പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവുമായി കടന്നു വരുന്നതിന് സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായ ജീവിതാനുഭവവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നിങ്ങൾ കേൾക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്നുള്ളതായ വിവരം ഞങ്ങൾക്ക് അറിയുവാനും ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. തുടർമാനമായി ശ്രദ്ധയോടെ കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ. ഇതിലേതെങ്കിലും ഒരു ഭാഗമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീനാണ്. കർത്താവിന്റെ ദാസിയെ ഈ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസി തന്നെ തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും വിധങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി പറയുവാൻ തക്കവണ്ണം ആയാൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കാം. കർത്താവിന്റെ ദാസി സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സന്തോഷമായിരിക്കുന്നു. ഓക്കെ. സിസ്റ്റർ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സിസ്റ്റർ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്ന് പറയാമോ? കൊല്ലം ജില്ലയിലെ പുനലൂരാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കുണ്ട്രയിലാണ്. ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഷിഹാബുദ്ദീൻ. 3 ആൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. മൂത്ത മകൻ അല്ലമീൻ +2 പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ അല്ലമാൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകൻ അല്ലമൽ 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ. സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വളരെ സന്തോഷമുണ്ട്. സിസ്റ്ററിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും സിസ്റ്ററിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ളതായ നല്ല ഓർമ്മകളും ഒക്കെ ചില കാര്യങ്ങളൊന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒന്ന് പറയാമോ? തീർച്ചയായും. എൻ്റെ പിതാവിന്റെ പേര് ഹനീഫ, മാതാവിന്റെ പേര് റംലത്ത്. എനിക്ക് 2 ജ്യേഷ്ഠ സഹോദരന്മാരാണുള്ളത്. ഞങ്ങൾ 3 മക്കളാണ്. മൂത്തയാൾ അസീം, രണ്ടാമത്തെ ആൾ അനൂപ്. ഞാൻ ഏക മകളാണ് വീട്ടിലുള്ളത്. ഓക്കെ. മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്നതായ ഒരു ഏക മകളുള്ളതായ ഒരു കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരാനിടയായി തീർന്ന സാഹചര്യം പറയുന്നതിന് മുന്നേ സിസ്റ്ററിന്റെ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ, വിദ്യാഭ്യാസ കാലയളവിലുള്ളതായ നല്ല ഓർമ്മകൾ, കൂട്ടുകാരോട് ഒത്തൊരുമിച്ചുള്ളതായ, കുടുംബാംഗങ്ങളോട് ഒരുമിച്ചുള്ളതായ നല്ല ഓർമ്മകൾ, കുട്ടിക്കാലത്തെ രസകരമായ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കാവുന്നതാണ്. തീർച്ചയായും മാസ്റ്റർ. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് 5 വയസ്സാകുമ്പോൾ, ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും 5 വയസ്സാകുമ്പോൾ ഇസ്ലാം മത വിശ്വാസപ്രകാരം മതപ്രകാരം പഠിക്കുന്നതിനായിട്ട് മദ്രസയിൽ ചേർക്കുമായിരുന്നു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മദ്രസയിലും വിദ്യാഭ്യാസം തുടങ്ങി. കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബാല്യകാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാല്, ഏക മകളായതിന്റെ പേരില് മാതാപിതാക്കളുടെ സഹോദരന്മാരുടെയൊക്കെ സ്നേഹത്തോടെ ലാളനയോടെ വളരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കൊച്ചുനാളിലെ മദ്രസയിൽ കൊണ്ടുവിടും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും. അതൊക്കെ വളരെ സന്തോഷകരമായ ഒരു അനുഭവ കാലമായിരുന്നു അത്, ബാല്യകാലം എന്ന് പറയുന്നത്.
ആകട്ടെ സിസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന്റെ ജീവിതത്തിലെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ഒക്കെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് സിസ്റ്റർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നുള്ള സമയമാണ്. കർത്താവിന്റെ ദാസിയെ ദൈവം അതിനായി സഹായിക്കുമാറാകട്ടെ. തുടർന്ന് സംസാരിക്കാം. എൻ്റെ പേര് അനുഷ ഷിഹാബുദ്ദീൻ. കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന ദേശമാണ് എൻ്റെ സ്വദേശം. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നു. മാതാപിതാക്കളുടെ 3 മക്കളിൽ 3ാമത്തെ മകളാണ് ഞാൻ. എനിക്ക് മൂത്ത 2 ജ്യേഷ്ഠ സഹോദരന്മാരാണുള്ളത്. ഇസ്ലാം മത വിശ്വാസപ്രകാരം ഒരു ആൺകുട്ടി ആയാലും ഒരു പെൺകുട്ടി ആയാലും 5 വയസ്സാകുമ്പോൾ അതിനെ മദ്രസ പഠനം നടത്തുന്നതിനായി മദ്രസയിൽ ചേർക്കുമായിരുന്നു. അതുപോലെ 5 വയസ്സിൽ തന്നെ എന്നെയും മദ്രസയിൽ ചേർത്തു. സ്കൂളിലും മദ്രസയിലും ഒരുപോലെയാണ് പഠനം തുടർന്നത്. എൻ്റെ പിതാവ് ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അതുകൊണ്ട് ബാല്യകാലങ്ങളിൽ പിതാവ് നാട്ടിലില്ലായിരുന്നു. മാതാവിന്റെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ 3 മക്കളും വളർന്നത്. മദ്രസയിൽ പോവുകയും സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്തു. വളരെ നല്ല ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ വളർന്നു വന്നു. മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം അവർ തന്നെ ആലോചിച്ച് കണ്ടെത്തിയ പ്രകാരം 2004 സെപ്റ്റംബർ 26 ഇസ്ലാം മത വിശ്വാസ പ്രകാരം എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ഷിഹാബുദ്ദീൻ. ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിലെ വ്യക്തിയായിരുന്നു അദ്ദേഹവും. എന്നാൽ ഞങ്ങള് ആ വിശ്വാസപ്രകാരം മുന്നോട്ട് ജീവിച്ചു. വിവാഹം കഴിഞ്ഞ് 1 മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു പിതാവിൻ്റെത്. അത് ഞങ്ങൾക്കാർക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരു പനി വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി. അങ്ങനെ ഒരു ദിവസം കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. എന്നാൽ അവിടെ വന്ന് പിതാവിനെ കണ്ട ആ സാഹചര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നു. ഒരു അവസാന നിമിഷം ഞാൻ കയറി കാണുമ്പോൾ അവസാന ശ്വാസം എടുക്കുന്ന എൻ്റെ പിതാവിനെയാണ് എനിക്ക് കാണാനിടയായി തീർന്നത്. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പിതാവ് മരണപ്പെടുമോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ ഇസ്ലാം മത വിശ്വാസപ്രകാരം സൂറത്തുകള്, ദിക്റുകള് എല്ലാം ആ ICU റൂമിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ചൊല്ലുകയും ഒരുപാട് നേർച്ചകൾ നേരുകയൊക്കെ ചെയ്തു. കാരണം എൻ്റെ പിതാവ് മരണപ്പെടരുത്, എൻ്റെ പിതാവ് മാത്രമാണ് ഞങ്ങൾക്ക് ഏക ആശ്രയം. പിതാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനോ ചിന്തിക്കുവാനോ കഴിയുന്നതല്ലായിരുന്നു. എന്നാൽ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ആ ഒരു സംഭവം എൻ്റെ ഹൃദയത്തിൽ വളരെ ഒരു ഷോക്കായിരുന്നു. കാരണം അത്രമാത്രം ഞാൻ ഹൃദയം നുറങ്ങി ആ ഹോസ്പിറ്റലിലെ വരാന്തയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ദൈവം എനിക്ക് മറുപടി തരുന്നില്ല. അതെന്റെ ഹൃദയത്തിൽ ഒരു കരടായി ഇങ്ങനെ കിടന്നു. പിന്നീട് 1 വർഷം ആയപ്പോഴത്തേക്ക് വിവാഹം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. ഒരു തലമുറയെ ലഭിച്ചിരുന്നില്ല. അതിന്റെ പേരിൽ എല്ലാവരും കുറ്റപ്പെടുത്തലുകളൊക്കെ തുടങ്ങി. കാരണം എൻ്റെ മൂത്ത സഹോദരന്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. അവർക്കും ഒരു തലമുറ ഇല്ലായിരുന്നു. അതിന്റെ പേരിൽ എനിക്കും ഒരു കുഞ്ഞ് ജനിക്കത്തില്ല എന്ന് കുടുംബക്കാർ വിധി എഴുതി. ഞങ്ങൾ വളരെ പ്രയാസത്തോടെ കഴിഞ്ഞ ഒരു സമയമായിരുന്നു അത്. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് ആദ്യമായി പറയുന്നത്, പുനലൂരിൽ കരവാളൂർ എന്ന ദേശത്ത് ഒരു ആന്റി ഉണ്ട്, നമുക്ക് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ വിഷയത്തിന് വാസ്തവമായും മറുപടി ലഭിക്കും എന്ന് എന്നോട് പറയാനിടയായി തീർന്നു. അദ്ദേഹം ആദ്യമായി വിശ്വാസ ജീവിതത്തിൽ വന്ന ഒരു സമയമായിരുന്നു അത് എനിക്ക് അറിയത്തില്ല. ആ ഒരു സമയത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. ഇതെന്താണ് ഒരു മുസ്ലിം മതവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അടുത്തൊരു ദൈവത്തോട് പോയി നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. പിന്നെയും എൻ്റെ ഉള്ളില് അനുഭവങ്ങൾ, ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കത്തില്ല എന്നൊരു കരട് എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതുപോലെ തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിനും. അതുകൊണ്ടാണല്ലോ അടുത്തൊരു ദൈവത്തോട് പോയി പ്രാർത്ഥിക്കാം എന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്.
ഞാൻ എന്തായാലും മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ച ആ അറിവുകൾ, ഈ ദൈവം അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുവാനോ വിളിക്കുവാനോ പാടില്ല എന്നുള്ള അറിവുകൾ എൻ്റെ ഹൃദയത്തിൽ വന്നു. എന്തായാലും ഞാൻ വരുന്നില്ല. അന്യ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ആ മതത്തിൽ നിന്ന് തന്നെ നമ്മൾ പുറത്താക്കപ്പെടും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, തനിയെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ കടന്നുപോയി, പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ദൈവമക്കളോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. 4/5/2006 കുഞ്ഞ് ജനിച്ചത്. എന്നാൽ കുഞ്ഞ് ജനിക്കുന്നതിന്റെ ആ സമയങ്ങൾ വളരെ പ്രയാസകരമായിരുന്നു. അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ദിവസത്തിന് ഒരാഴ്ച മുമ്പേ ഹോസ്പിറ്റലിൽ ഒരു പെയിൻ വന്നു, അഡ്മിറ്റ് ആകാൻ പോയി. എന്നാൽ അവിടെ ഡെലിവറി നടന്നില്ല. 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത് എന്ന് വല്ലാത്തൊരു പ്രയാസ സമയങ്ങളായിരുന്നത്. അപ്പോൾ എന്നോട് പ്രിയപ്പെട്ടവൻ വീണ്ടും പറഞ്ഞു, നമുക്ക് ആ ആന്റിയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം, എന്താ കാര്യമെന്ന് ആന്റി പറയും എന്ന്. അങ്ങനെ അന്ന് ബൂത്ത് ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ STD ബൂത്തുകളുണ്ട്. ഹോസ്പിറ്റലിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ബൂത്ത്. അപ്പം റൂമിൽ അന്ന് വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് അദ്ദേഹം ആ ബൂത്തിലേക്ക് ചെന്നു. ബൂത്തില് ഫോൺ വിളിച്ചു, ആ ആന്റിയോട് വിവരങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് ഫോൺ തന്നിട്ട് പറഞ്ഞു, ആന്റി പ്രാർത്ഥിക്കും, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാനും ഇപ്പൊ കണ്ണടച്ചു നിന്നു, ഫോൺ മേടിച്ചു. ആ ആന്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു ആൺകുഞ്ഞാണ്, പക്ഷേ അതിന്റെ ഡെലിവറി സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കാണുന്നുണ്ട്, അതുകൊണ്ട് സിസേറിയൻ ചെയ്യാൻ ഡോക്ടറോട് പറയണം എന്ന് എന്നോട് പറഞ്ഞു. എന്നാല് ഡോക്ടറോട് ഈ വിവരം പ്രിയപ്പെട്ടവൻ പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചില്ല. കാരണം വളരെ ചെറിയ പ്രായമായതിനാലും വീട്ടുകളിലെ സാഹചര്യങ്ങൾ അറിയാവുന്നതിനാലും ഡോക്ടർ പറഞ്ഞു, ഡെലിവറി തന്നെയാണ് നല്ലത്, സിസേറിയൻ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കണ്ട, പിന്നീട് ഭാവിയിൽ അത് പ്രശ്നങ്ങളാവും, നമുക്ക് ഡെലിവറി തന്നെ നോക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 4/5/2006 രാത്രി 7:50 കുഞ്ഞ് ജനിക്കാനിടയായി തീർന്നു. എന്നാൽ കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറായി കാണും. കുഞ്ഞിന് ഒരു ഞരക്കം മാത്രമേ കേൾക്കുന്നുള്ളൂ. കുഞ്ഞിന്റെ വായിൽ കൂടിയോ മൂക്കിൽ കൂടിയോ ശ്വാസം പോകുന്നില്ല. കഴുത്ത് മാത്രം ബൾജ് ചെയ്ത് വീഴ്ത്തു വരുന്നു. ഒരു ഞരങ്ങൽ മാത്രം കുഞ്ഞിന് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാതെ ഞാൻ ആ ലേബർ റൂമിൽ കിടക്കുമ്പോൾ അതിന്റെ വരാന്തയിൽ കൂടി ഡോക്ടർ ഓടുന്നു, നേഴ്സ് ഓടുന്നു, വെളിയിൽ നിന്നൊരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ പോകുന്നു. ഇവരെല്ലാം അങ്ങോട്ട് ഓടി പോകുന്നത് കാണുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവര് ഒന്നും പറയുന്നുമില്ല. അന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ പേഷ്യന്റ് ആയിട്ട്. അപ്പൊ ഇത് എന്താണ് നടക്കുന്നത്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അവര് പറഞ്ഞു. എന്നാല് ആ മുകളിലത്തെ നിലയിൽ കിടന്നുകൊണ്ട് 9 മണിയായി തോന്നുന്നു, ഒരു കാറ് വരികയും പെട്ടെന്ന് എല്ലാ ഡോറുകളും അടയും, സ്പീഡിൽ തന്നെ കാറ് വിട്ട് പോകുന്നതും ശബ്ദം ഞാൻ കേട്ടു. എന്നാല് കുറെ നേരം കഴിഞ്ഞിട്ട് റൂമിൽ ആരും കടന്നു വരുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ല, സഹോദരൻ വരുന്നില്ല, മാതാവുണ്ട്, മാതാവിനെയും കാണുന്നില്ല, ഹോസ്പിറ്റലിൽ ആരും ഇല്ല, നേഴ്സും ഞാനും മാത്രമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, കുഞ്ഞെന്തിയെ? അത് കുഞ്ഞിന് ചെറിയൊരു പനിയുടെ ഒരു ഇതുണ്ട്, അത് അപ്പുറത്തെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ, പീഡിയാട്രീഷ്യനെ കാണിക്കാൻ അവർ കൊണ്ടുപോയിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും ഇവരെ ആരെയും അവിടെ കാണുന്നില്ല, കുഞ്ഞിനെയും കാണുന്നില്ല. അപ്പോൾ എനിക്കത് വല്ലാത്ത പ്രയാസം തോന്നി, കുഞ്ഞിന് എന്ത് സംഭവിച്ചു? കാരണം പനിയാണെങ്കിൽ അമ്മ മാത്രം പോയാൽ മതിയല്ലോ, ഇവരാരെങ്കിലും റൂമിൽ നിൽക്കണമല്ലോ, ഇവരാരെയും റൂമിലില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ് ആഹാരം എനിക്ക് മേടിച്ചുകൊണ്ട് തരുന്നത് ഹോസ്പിറ്റലില്. അവസാനം എൻ്റെ നാത്തൂന് അവിടെ വന്നു. നാത്തൂനോട് ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്, കുഞ്ഞ് എന്ത് ചെയ്തു, ഉണ്ടോ, മരിച്ചോ, എന്താണെന്ന്. അപ്പോഴാണ് പറയുന്നത്, കുഞ്ഞിനെ SIT-യിൽ കൊണ്ടുപോയി, കുഞ്ഞിവിടെ ഇല്ല എന്ന് ആ നാത്തൂൻ എന്നോട് പറയാനിടയായി തീർന്നു. കുഞ്ഞിനെ അവര് SIT-യിൽ കൊണ്ടുപോയി. എന്തെന്ന് വെച്ചാല് കുഞ്ഞിന് ശ്വാസമില്ലായിരുന്നു, കുഞ്ഞിനെ കരിനീല കളറായി, ദേഹം മുഴുവനും കരിനീല കളറായി. എത്രയും പെട്ടെന്ന് ഇതിനെ SIT-യിൽ കൊണ്ടുപോകണമെന്ന് പീഡിയാട്രീഷ്യൻ വന്ന് കണ്ടു. അങ്ങനെ കുഞ്ഞിനെ അവര് ഹോസ്പിറ്റലിൽ, അവിടുത്തെ നേഴ്സും ഇവരെല്ലാരും കൂടെ കാറിൽ SIT-യിൽ കൊണ്ടുപോയി.
അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് കുഞ്ഞിന് ദേഹം മൊത്തം നീല കളറായി. അങ്ങനെയാണ് അവരുടെ കയ്യിൽ അവിടെ കിട്ടിയത്. ഈ കുഞ്ഞ് ജീവിക്കുമോ എന്ന് അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. അടുത്ത ദിവസം പിതാവിനെ കൊണ്ട് ഫയലിൽ റെക്കോർഡുകളെല്ലാം സൈൻ ചെയ്യിപ്പിച്ചു. കാരണം ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, ഈ കുഞ്ഞ് രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഈ കുഞ്ഞിനില്ല എന്ന് പറഞ്ഞവര്. പ്രിയപ്പെട്ടവൻ അവിടെ കിടന്ന് വളരെ പ്രയാസപ്പെട്ട ഒരു സമയമായിരുന്നു. നാട്ടിലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്നോട് ഈ വിവരം പറയാൻ കഴിയത്തില്ല, വേറെ ആരും സഹായത്തിനില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ കഴിഞ്ഞ ഒരു സമയമായിരുന്നു അത്. പ്രിയപ്പെട്ടവന് പ്രാർത്ഥിക്കുന്ന ആന്റിയോട് ഈ വിഷയം പറയുകയും ആ ദൈവമക്കൾ ഈ വിഷയം ഏറ്റെടുത്ത് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവർ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് ആ കുഞ്ഞിനെ എനിക്ക് നൽകി. ഇന്നവന് 18 വയസ്സുണ്ട്. അവൻ +2 പഠിക്കുന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. പിന്നെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് എന്തായിരുന്നു അസുഖം എന്ന് അറിയാമായിരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, കുഞ്ഞിനെ നല്ലതുപോലെ കെയർ ചെയ്യണം. കാരണം കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വലത്തെ തോളിന്റെ എല്ലിന് പൊട്ടലായി, ശ്വാസകോശം രണ്ടും പൊട്ടി, ജീവിക്കാൻ ഒരു അവസ്ഥയും ഇല്ലാതെ ഞങ്ങള് വീട്ടുകാരെ കൊണ്ട് ഒപ്പുവെപ്പിച്ചതാണ് ഫയലില്. ഈ കുഞ്ഞിന് അവർക്ക് ഒരു ട്രീറ്റ്മെന്റും ഇതിന് കൊടുക്കാൻ കഴിയത്തില്ല. അവർ ആ കുഞ്ഞിനെ മാറ്റി അവിടെ വെച്ചിരുന്നു. അവർ പിന്നീട് എപ്പോഴോ നേഴ്സുമാരാണ്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിന്റെ കാലിന്റെ വിരൽ അനങ്ങുന്നത് കണ്ടു. അങ്ങനെയാണ് അവർ പിന്നെ എടുത്ത് ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്തത്. നെഞ്ചിന്റെ വലത്തെ സൈഡില് ഹോളിട്ട് ട്യൂബ് ഇട്ടു എയർ പോവാന്. ശ്വാസകോശം മൊത്തം എയർ കയറി അടഞ്ഞിരുന്നു. അങ്ങനെ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആ കുഞ്ഞിനെ കയ്യിൽ അവിടുന്ന് ലഭിച്ചത്. മറ്റാരും തൊടിയിക്കരുത്, ആരെയും നോക്കരുത്, റൂമിൽ അമ്മയും കുഞ്ഞും മാത്രം ഇരിക്കണം. ഭയങ്കര സ്ട്രിക്റ്റോട് കൂടി ആ കുഞ്ഞിനെ കയ്യിൽ ലഭിച്ചത്. പക്ഷെ ഞാനിപ്പോ ഓർക്കുന്നു, എന്റെ പ്രാർത്ഥനയോ കണ്ണുനീരോ ഒന്നും ആയിരുന്നില്ല ആ കുഞ്ഞിനെ എനിക്ക് ലഭിക്കാൻ ഇടയായി തീർന്നത്. അനേകം ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അതിന്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞിനെ കർത്താവ് അന്ന് എനിക്ക് ജീവനോടെ നൽകിയത്. അതിനായി ദൈവത്തിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഈ അനുഭവത്തിൽ പിതാവിന്റെ ആ അവസ്ഥ ഞാൻ പറഞ്ഞു. ICUവിന്റെ മുമ്പിൽ കിടന്നു. ഞാൻ ആ റൂമിൽ കയറി കണ്ടപ്പോൾ കട്ടിലിൽ നിന്ന് പിതാവ് ചാടി എഴുന്നേക്കുമായിരുന്നു, വെപ്രാളം കാരണം. അപ്പോൾ അവരുടെ ആ ട്യൂബ് കൊണ്ട് കയ്യിലും കാലിലും കട്ടിലിൽ ഒരു കെട്ടിയിട്ടിരുന്നു. എന്നിട്ട് ഓക്സിജൻ കൊടുത്തായിട്ടിരുന്നത്. അവസാന ശ്വാസം എടുക്കുന്ന ആ പിതാവിനെ ഞാൻ അവസാനം ഞാൻ കാണുന്നത്. ആ അവസ്ഥയിൽ പിതാവ് മരണപ്പെടും എന്ന് കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ആ അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവ് മരണപ്പെടരുതേ എന്ന്. പക്ഷെ ആ വിശ്വാസപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി ലഭിച്ചില്ല. പക്ഷെ ഇവിടെ പ്രിയപ്പെട്ടവൻ ഈ കുഞ്ഞിന്റെ അവസ്ഥയിലും ഇതേ സാഹചര്യത്തിൽ ഞങ്ങൾ കടന്നു പോയപ്പോഴത്തേക്കും അനേകം ദൈവമക്കള് പ്രാർത്ഥിച്ചു. കർത്താവ് അതിനെ ജീവനോടെ നൽകി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ജീവിക്കുന്ന ദൈവം, നമ്മളെ വിടുവിക്കുന്ന ദൈവം വാസ്തവമായും യേശു കർത്താവാണ്. വെളിപ്പാട് പുസ്തകം 1:18 പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. സ്തോത്രം. കർത്താവ് നേരിട്ട് തന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്ത വാക്കുകളാണിത്. ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു തന്നെയാണ്. അത് വാസ്തവമായും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. പക്ഷെ എന്നിട്ടും എന്നെ തേടി വന്ന ഈ കർത്താവിനെ ഞാൻ അറിയുവാനോ അംഗീകരിക്കുവാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഞങ്ങൾ അങ്ങനെ ആ ഇസ്ലാം മത വിശ്വാസപ്രകാരം തന്നെ മുന്നോട്ട് കടന്നുപോയി. കുഞ്ഞിന് 5 മാസം ആയപ്പോഴത്തേക്ക്, എന്നാൽ പ്രിയപ്പെട്ടത്, ഞാൻ അറിയാതെ ഇടയ്ക്കൊക്കെ ആരാധനയ്ക്ക് കടന്നു പോകുമായിരുന്നു. അപ്പൊ ഈ കുഞ്ഞിനെ ആയുസ്സോടെ ദൈവം മടക്കി തന്നതാണ് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എന്നോട് പറഞ്ഞിട്ട് ഞാനത് വിശ്വസിക്കുന്നില്ല. ഈ ഒരു അനുഭവം നമുക്കില്ലാത്തത് കൊണ്ട് എനിക്കതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കുഞ്ഞിനെ ഇങ്ങനെ ആയുസ്സോടെ കിട്ടിയത് അവിടെ പ്രാർത്ഥിച്ചവരോട് പോയി ഇത് സാക്ഷ്യവാക്ക് പറയേണ്ടതല്ലേ. അങ്ങനെ അദ്ദേഹം ആരാധനയ്ക്ക് കടന്നുപോയി, കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. പോയിട്ട് വൈകിട്ട് വന്നു. കുഞ്ഞിനെപ്പോൾ 5 മാസം പ്രായമായി. അന്നേരം എന്നോട് പറഞ്ഞു, ഇതുപോലെ പ്രാർത്ഥിച്ചു. അവിടെ ഒരു ദേവദാസൻ വന്നു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ കുഞ്ഞിന്
കർത്താവിന്റെ വേലയ്ക്കുള്ളതാണെന്ന് ദൂത് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കരടായിട്ട് അത് കയറി. കാരണം ഒരു ഇസ്ലാം വിശ്വാസ പാരമ്പര്യത്തിൽ നമ്മൾ ജനിച്ചു വളർന്നു. ഞാൻ ആ ഭക്തിയിൽ തന്നെ തീവ്രമായി നിൽക്കുന്നു. അദ്ദേഹം വേറൊരു ദൈവത്തെ ആരാധിക്കുന്നു. അത് എങ്ങനെ തിരുത്തിക്കൊണ്ട് വരും എന്ന് പ്രയാസപ്പെടുമ്പോൾ കുഞ്ഞിനെയും ആ രീതിയിലോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതെന്റെ മനസ്സിൽ വല്ലാത്തൊരു ചലഞ്ച് പോലെ ഞാൻ അത് ഏറ്റെടുത്തു. കാരണം ഇസ്ലാം മത ഭക്തിയിൽ കുഞ്ഞിനെ വളർത്തണം. ആ ഭക്തിയിലും ആ മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ച് അതിനെ കുഞ്ഞിനെ വളർത്തി കഴിഞ്ഞാൽ ഇത് വഴിതെറ്റി പോകത്തില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിന് 5 വയസ്സായപ്പോഴത്തേക്ക് ഇസ്ലാം മത പഠനങ്ങൾ പഠിക്കാൻ അതിനെ മദ്രസയിലാക്കി. വെളുപ്പിനെ കുഞ്ഞിനെ എഴുന്നേറ്റ് 6 മണിക്ക് മദ്രസയിൽ വിടണം. അത് കഴിഞ്ഞ് കുഞ്ഞ് വന്ന് സ്കൂളിൽ പോകണം. കുഞ്ഞ് അങ്ങനെ വല്ലാത്ത പ്രയാസങ്ങളായിരുന്നു അന്ന് പഠനത്തോട് എടുത്തത്. കാരണം നല്ല ശിക്ഷണം കൊടുത്ത് പഠിപ്പിക്കുമായിരുന്നു ഞാൻ. രാത്രി വന്നാലും 10 മണി 11 മണി വരെ മദ്രസയിൽ പഠിക്കണം, സ്കൂളിൽ പഠിക്കണം. കുഞ്ഞിനെ ഒരു കളിക്കാനും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. നല്ല രീതിയിൽ അതിനെ പഠിപ്പിച്ചു. എപ്പോഴും പഠനം തന്നെയായിരുന്നു അവനും ഞാനും. എന്നാല് മദ്രസയിലും സ്കൂളിലെല്ലാം 1ാം റാങ്ക് മേടിക്കുന്നത് അവനായിരുന്നു. അവൻ എല്ലാ വർഷവും മദ്രസയില് എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുകയും 1ാം റാങ്ക് ക്യാഷ് അവാർഡ് മകനായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വൈകിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് സന്ധ്യയാകുമ്പോഴത്തേക്ക് ഞങ്ങള് ഖുർആൻ പാരായണം ചെയ്യും. പിന്നെ നമസ്കാരം, ഖുർആൻ പാരായണം, ഇങ്ങനെ ആ ഭക്തിയിൽ തന്നെ വളർന്നു. ഒരു ദിവസം ഈ കുഞ്ഞ് ഖുർആൻ ഓതിയില്ല എങ്കിൽ ഇതിനെ ശിക്ഷിക്കുമായിരുന്നു ഞങ്ങള്. കാരണം ബാങ്ക് വിളിക്കുന്നത് കേട്ടില്ലേ, എന്താ സന്ധ്യാസമയത്ത് പിന്നെ ഖുർആൻ ഓതാത്തത് എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ശിക്ഷിക്കുമായിരുന്നു. അങ്ങനായിരുന്നു അവനെ വളർത്തിക്കൊണ്ടുവന്ന അതേ തീവ്രതയിലായിരുന്നു ഞങ്ങള് വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. പിന്നെ ഞങ്ങളുടെ ജീവിത സാഹചര്യത്തില് പല പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നു. ഈ നാട്ടിൽ നിന്നാൽ ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. എന്നാൽ വിദേശത്ത് പോകാം എന്ന് തീരുമാനം എടുത്തു. പ്രിയപ്പെട്ട 2007 എൻ്റെ സഹോദരന്മാർ മസ്കറ്റിൽ ഇത് ഉണ്ടായിരുന്നു, അവിടേക്ക് കടന്നുപോയി. എന്നാൽ അവിടെയും ചെന്ന് അധികം നാൾ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 10 മാസം ആയപ്പോഴത്തേക്ക് അവിടുന്ന് തിരികെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് 3 മാസം നിന്നിട്ട് വീണ്ടും പോയി. ആ 2008 മസ്കറ്റിലേക്ക് കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ മസ്കറ്റില് ജയിലിലായപ്പെട്ടതും ഒക്കെ. നേരത്തെ സാക്ഷ്യം അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട് സാക്ഷ്യത്തില്. അദ്ദേഹം അവിടെ കമ്പനിയിൽ പ്രശ്നമുണ്ടാക്കുകയും അതിന്റെ പേര് 3 മാസം അവിടെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യമൊക്കെ ജീവിതത്തിലുണ്ടായി. ഞങ്ങള് വളരെയേറെ പ്രയാസപ്പെട്ട ഒരു സമയമായിരുന്നു. കാരണം നാട്ടിലേക്ക് അടുത്ത ദിവസം വരും എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ വ്യക്തിയുടെ പിന്നെ ഒരു വിവരവുമില്ല. എന്ത് സംഭവിച്ചു, എങ്ങനെയായി, ഇതൊന്നും അറിയത്തില്ല. വളരെ പ്രയാസത്തോടെ ആശങ്കയോടെ കഴിഞ്ഞു വരുന്ന സമയങ്ങളായിരുന്നു അത്. എന്നാല് അവിടെ ഒന്നും മറ്റൊരു ചിന്തകളിലും നശിച്ചു പോകാതെ, നാശകൂപത്തിൽ അകപ്പെടാനോ ആത്മഹത്യക്കോ ഒന്നും ശ്രമിക്കാതെ കർത്താവ് അവിടെ എല്ലാം സൂക്ഷിച്ചു. ആ പ്രതികൂലങ്ങളെല്ലാം തരണം ചെയ്ത് മുൻപോട്ട് ജീവിക്കാൻ ദൈവം സഹായിച്ചു. 2008 3 മാസത്തിന് ശേഷം അദ്ദേഹം പിന്നെ അവിടുന്ന് നാട്ടിൽ വന്നു. പിന്നെയും ഇവിടെ ഇസ്ലാം മത ഭക്തിയിൽ തന്നെ തീവ്രമായി ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ആ ഒരു വിശ്വാസപ്രകാരം തന്നെ ഞങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ആ ഒരു കാലഘട്ടത്തിലാണ് മക്കയിൽ പോകണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായത്. മക്കയിൽ പോയി ഉംറ ചെയ്യണം എന്ന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. 2012 സൗദി അറേബ്യയിലേക്ക് പോകാൻ ഒരു അവസരം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം സൗദിയിലേക്ക് കടന്നുപോയി. 2014 അവിടുന്ന് നാട്ടിൽ വരുന്നു. സൗദിയിൽ പോയി ആ ഒരു സമയത്തായിരുന്നു ദൈവം അദ്ദേഹത്തെ സന്ദർശിച്ചത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിവിടെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. 2014 നാട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് വളരെ ആഗ്രഹമായിരുന്നു. കാരണം
ആ ഉംറയൊക്കെ ചെയ്ത് നല്ല ഭക്തിയിലല്ലേ വരുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞ് ഒരുപാട് നേർച്ചകളും കാര്യങ്ങളും ഉണ്ട്. പള്ളികളിലൊക്കെ പോകണം, നേർച്ചകൾ നടത്തണം. ഒരുപാട് ഞാനും ഇവിടെ ഒരുപാട് നേർച്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നാട്ടിൽ വന്ന വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണാനിടയായത്. ഇതെന്തു പറ്റി? മുസ്ലിമായിട്ട് നല്ല ഭക്തിയില് നമസ്കാരവും ഖുർആൻ പാരായണം ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും കാണുന്നില്ല. വേറൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൽ കൂടി എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നുപോയി. ഞാൻ അദ്ദേഹത്തെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഞായറാഴ്ച ഒരു ദിവസം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അതൊരു വിശ്വാസികളുടെ സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹം ജോലിക്ക് കയറിയത്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ 12 മണിയൊക്കെ ആവും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക്. അപ്പൊ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടല്ലോ, അന്നേരം പുറത്തൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് പുറത്ത് പോകാം, അല്ലെ എനിക്ക് എന്റെ വീട്ടിലൊക്കെ ഒന്ന് പോകാം എന്ന് നമ്മൾ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിരിക്കും. പക്ഷെ ഞായറാഴ്ച രാവിലെ 8:30 ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരുങ്ങി കുളിച്ചൊരുങ്ങി റെഡിയായി എവിടെ പോവാന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് ജോലിയുണ്ട്, ഞാൻ ജോലിക്ക് പോവാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് 9 മണി ആവുമ്പോഴത്തേക്ക് വീട്ടിൽ നാളെ ഇറങ്ങിക്കഴിയും. ആഹാരം ഉണ്ടാക്കി വെച്ചാൽ വേണോ? എനിക്ക് വേണ്ട, ഞാൻ പോവാ, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോവും. 2:30 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ ഓരോ ഞായറാഴ്ചയും ഇങ്ങനെ കടന്നുപോയി. അപ്പൊ ഞാനും അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു, കുടുംബത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, ഇതെന്താണ് എല്ലാ ഞായറാഴ്ചയും ജോലിയാണ്, ഒരു ദിവസം പോലും ഒഴിവില്ലേ, വീട്ടുകാര്യങ്ങൾ നോക്കാനും ഒന്നിനും ഒഴിവ് ഒരു ദിവസം പോലും ഇല്ലേ, ഇതെന്തിനു ജോലിയാ എന്ന് ഉമ്മ പറയുമായിരുന്നു. അങ്ങനെ പിന്നീട് ഓരോ ആളുകൾ പറഞ്ഞു വീട്ടിൽ വന്ന് പറയാനിടയായി തീർന്നു. അദ്ദേഹത്തെ പിന്നെടുത്ത് കണ്ടു, പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടോ, മക്കയിൽ പോയിട്ടൊക്കെ വന്നതല്ലേ, പിന്നെടുത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കണ്ടു എന്ന്. അപ്പൊ ഞാനും ഉമ്മയും കൂടെ അത് ചോദിക്കാൻ നിന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കത് വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ പിന്നെയും ഞായറാഴ്ചകളിൽ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വാസ്തവമായും ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ റോഡിന്റെ സൈഡിലായിരുന്നു അവരുടെ വീട്. അപ്പൊ അതിന് മുമ്പിൽ കൂടെ 8:30 ആകുമ്പോഴത്തേക്ക് വെള്ള വസ്ത്രമൊക്കെ ധരിച്ചു സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ബൈബിളും ഒക്കെ ആയിട്ട് പള്ളിയിൽ പോകുന്നത് കാണാം. അപ്പൊ ഉമ്മ പറയും എന്തോ ആളുകൾ പള്ളിയിൽ പോകുന്നു, ഇപ്പൊ അവനും കുളിച്ചൊരുങ്ങി പോന്ന കാണാം. അപ്പൊ നോക്കുമ്പോൾ അതുപോലെ കറക്റ്റ് സമയം 9 മണി ആകുമ്പോഴത്തേക്ക് കുളിച്ചൊരുങ്ങി അദ്ദേഹം പോകുന്ന കാണാം. ആരാധന കഴിഞ്ഞ് 1:30 ആകുമ്പോഴത്തേക്ക് ആളുകൾ തിരിച്ചു വീട്ടിൽ വരും. അപ്പൊ ഉമ്മ പറയും പ്രാർത്ഥന കഴിഞ്ഞു, അപ്പൊ അവനും തിരിച്ചു വരും, അതുപോലെ അദ്ദേഹവും തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞായറാഴ്ച വീണ്ടും പോയപ്പോഴത്തേക്ക് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ അവിടുത്തെ ആന്റിയെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു അദ്ദേഹം എവിടാ, അത്യാവശ്യമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു, വീട്ടിലോട്ടൊന്ന് വരാൻ പറയണേ. അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ആ ആന്റിയുടെ ഫോണിൽ വിളിച്ചത്. അന്നേരം ആ ആന്റി പറഞ്ഞു ഞായറാഴ്ച ഇവിടെ ജോലിയേ ഇല്ല, ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ചർച്ചിൽ പോവും, അഥവാ ഇടയ്ക്ക് വല്ലപ്പോഴേ ജോലി കാണത്തുള്ളൂ, ജോലി ഉണ്ടെങ്കിൽ ഞായറാഴ്ച അത് ഉച്ചയ്ക്ക് ശേഷമേ ജോലിയുള്ളൂ എന്ന് ആ ആന്റി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ ഞായറാഴ്ച അവിടെ വരുവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇവിടുന്ന് രാവിലെ ഇറങ്ങുന്നത്, അപ്പൊ പിന്നെ എവിടാ പോകുന്നത്? അങ്ങനെ പിന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫോൺ എടുത്തപ്പോ ചോദിച്ചു എവിടാ? അത് ഞാൻ ജോലിയിലാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോലിയിൽ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ടില്ല എന്ന് ആന്റി പറഞ്ഞല്ലോ, എവിടെ ആയാലും ഇപ്പൊ വീട്ടിൽ വരണം. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്നു. അന്നാണ് സത്യമായ അദ്ദേഹത്തിന്റെ അതരത്തിൽ നിന്ന് ആ സത്യങ്ങൾ ഞാൻ അറിയാനിടയായത്. ചോദിച്ചപ്പോഴത്തേക്ക് ഇന്നതുപോലെ പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്, ഈ ഞായറാഴ്ച എവിടാണ് ജോലി എന്നൊക്കെ ചോദിച്ചു. 1-2 പറഞ്ഞു, സംസാരമായി. അന്നേരം പ്രിയപ്പെട്ടവൻ പറഞ്ഞത് ഞാന് ദൈവത്തെ ആരാധിക്കാനാ പോകുന്നത്, എന്നെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്നത് ഈ കർത്താവ, ഞാൻ ഈ കർത്താവിന് വേണ്ടി നിലനിൽക്കും. ഇദ്ദേഹത്തിന്റെ വേറൊരു ഭാവവും സംസാരമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ ഷോക്കായിപ്പോയി. ആളുകൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും അത് വെറും സംശയം മാത്രമാണെന്ന് കരുതി. പക്ഷെ അദ്ദേഹത്തിന്റെ അതരത്തിൽ നേരിട്ട് കേട്ടപ്പോഴത്തേക്ക് അതെനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? നമ്മളൊരു പാരമ്പര്യത്തിൽ ഇങ്ങനെ വളർന്നു വളരെ ഇതായിട്ട് സമൂഹത്ത്
ഒരു പേരുദോഷം പോലും കേൾപ്പിക്കാതെ നമ്മൾ മാന്യമായി ജീവിച്ചു വളർന്നിട്ട് ഇങ്ങനൊരു ഇത് കേൾക്കുമ്പോൾ ആളുകൾ എങ്ങനെ നമ്മളെ കാണും? സമുദായക്കാരറിഞ്ഞാൽ ഇതിന്റെ മേലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം ഞാൻ ഇന്ന് ചിന്തിച്ചു. പക്ഷെ അദ്ദേഹം തീവ്രമായി ഉറച്ചു തന്നെ നിന്നു. ഞാൻ ഈ ദൈവത്തിന് വേണ്ടി തന്നെ നിൽക്കും, ഈ ദൈവത്തെ തന്നെ ആരാധിക്കും, ഇതാണ് സത്യദൈവം, എന്റെ വഴി ഇതാ എന്നെല്ലാം പറയാനിടയായി. ഇത് എന്റെ മനസ്സിൽ വല്ലാതെ പ്രയാസമായിപ്പോയി. പിന്നെ ഞാൻ മിണ്ടാറില്ല. സാക്ഷ്യത്തിൽ പ്രസ്താവിച്ച പോലെ ഭക്ഷണം കൊടുക്കാനോ യാതൊരു കോണ്ടാക്റ്റും അദ്ദേഹമായിട്ട് ഞാനില്ല. കാരണം എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിതാവ് മരണപ്പെട്ടു, എൻ്റെ മാതാവ് മാത്രമാണ് താമസം. അപ്പോൾ ഈ 2 കുട്ടികൾ അപ്പോഴത്തേക്ക് ഞങ്ങൾക്കുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയാൽ ഈ ബാധ്യതയും കൂടെ എൻ്റെ അമ്മയ്ക്കാവും. എനിക്ക് വീട്ടിൽ പോകാൻ കഴിയുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു രീതിയിൽ പോയാൽ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും, സമുദായത്തിൽ എങ്ങനെ ജീവിക്കും, അത് എനിക്ക് അംഗീകരിക്കാനും കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ കടന്നു വന്നു. ഞാനൊരു തീരുമാനത്തിലെത്തി. ആത്മഹത്യയാണ് ഇതിനെല്ലാം ഒരു പരിഹാരം. ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഇല്ലയോ 2 കൂട്ടർക്കും പ്രശ്നമാകത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും എനിക്ക് കാണണ്ടല്ലോ. അപ്പോൾ ചിന്തിച്ചപ്പോൾ 2 ആൺകുട്ടികളായതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും വളർന്നോളൂ. പെൺകുട്ടികൾക്കാണെങ്കിൽ മാതാവിന്റെ ആശ്രയം വേണമല്ലോ. പെൺകുട്ടികളല്ലാത്തതുകൊണ്ട് ആൺകുട്ടികളാണ്, അവരെ ആരെങ്കിലും വളർത്തിക്കോളൂ, അവരെങ്ങനെയെങ്കിലും വളർന്നു വന്നോളൂ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ആത്മഹത്യ ചെയ്യാമെന്നൊരു തീരുമാനം ഞാൻ എടുത്തു. എങ്ങനെ മരിക്കും? അടുത്ത ചിന്ത അതായിരുന്നു, എങ്ങനെ മരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ എടുത്ത തീരുമാനം തൂങ്ങി മരിക്കാമെന്നതായിരുന്നു. അതാകുമ്പം ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിയും, ആരും അറിയത്തുമില്ല. അതിനുള്ള സമയം ഞാൻ നോക്കി. ഒരു ദിവസം രാവിലെ പ്രിയപ്പെട്ടവന് പുറത്തേക്ക് ജോലിക്ക് പോയി. വെളുപ്പിനെ അന്ന് പോയിട്ട് വന്നപ്പോൾ വളരെയേറെ ലേറ്റായിട്ടാണ് വന്ന് കുളിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം കട്ടിലിൽ കയറി ഇപ്പോഴേ ഉറങ്ങി. കാരണം വളരെ ടയേർഡായിരുന്നു. അന്ന് എന്നോട് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനന്ന് ഭക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഞാൻ ഇങ്ങനെ ഈ മരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് മിണ്ടാൻ പോലും ഞാൻ തയ്യാറായി. ഞാനിങ്ങനെ റൂമിൽ കിടന്ന് കുഞ്ഞുങ്ങൾ 2ഉം ഉറങ്ങി. എന്ത് ചെയ്യും എപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ അപ്പൊ നോക്കിയപ്പോ നല്ല കൂർക്കം വലിയും കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഉറങ്ങി, നല്ല ഉറക്കത്തില്ല. അപ്പൊ പോയി കാലിൽ ഞാൻ പോയി തട്ടി നോക്കിയപ്പം ഉണരുന്ന അനുഭവമൊന്നുമില്ല, നല്ല ഉറക്കത്തില്ല. അപ്പൊ ഇത് തന്നെയാണ് സമയം. ഞാൻ കസേര എടുത്തു, റൂമില് ഷാള് കിടപ്പുണ്ടായിരുന്നു, ഷാൾ എടുത്ത് ഉത്തരത്തിൽ കെട്ടി കസേരയിൽ കയറി നിന്നു. മറ്റേ അറ്റം എൻ്റെ കഴുത്തിലും കെട്ടി. എന്നിട്ട് ഒരു നിമിഷം കുഞ്ഞുങ്ങളെ നോക്കി. വിഷമവും ഉണ്ട്, കാരണം ഇദ്ദേഹം ഈ ഒരു ഇതിൽ നിന്ന് ഇതിലോട്ട് ഇനി വരത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു. വീട്ടിൽ പോയി നിൽക്കാനും വയ്യ, ആരെയും ബുദ്ധിമുട്ടിക്കാനും വയ്യ, ഒന്നും വയ്യ. എന്നാ ഇനി കസേരയിൽ നിന്ന് ഇനി ചാടിയാൽ മാത്രം മതി. കുരുക്കും മുറുക്കി ചാടാൻ തള്ളവരൽ മാത്രമാണ് ഞാൻ കസേരയിൽ വെച്ചിരുന്നത്. ബാക്കി കാല് പൊക്കി ജമ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. ജമ്പ് ചെയ്യാൻ ഇങ്ങോട്ട് ഒരു കാലിങ്ങോട്ട് പൊക്കി മറ്റേ കാല് പൊക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് റൂമിലെ ലൈറ്റ് വന്നു. അപ്പോഴത്തേക്ക് ഞാനൊന്ന് പതറിപ്പോയി. ഇത് എവിടുന്നാ ലൈറ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം കട്ടിലിൽ ഉറങ്ങിക്കിടന്ന വ്യക്തി ചാടി വന്ന് എന്നെ കസേരയിൽ നിന്ന് എന്നെ പിടിച്ചു പൊക്കി നിർത്തുന്നതാണ് ഞാൻ കണ്ടത്. എന്തോ ഈ ചെയ്യുന്നത്, എന്തോ സംഭവിച്ചത്? അദ്ദേഹത്തോട് ദൈവാത്മാവ് തട്ടി ഉണർത്തി വിട്ടത്, അതെല്ലാം അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദൈവം ഉണർത്തി വിട്ടു. എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുന്ന തട്ടി ഉണർത്തി. അതിന് പ്രകാരം അദ്ദേഹം കണ്ണു തുറന്ന് നോക്കി ലൈറ്റിട്ടപ്പോഴത്തേക്ക് കാണുന്നത് ഈ കാഴ്ചയാണ്. അങ്ങനെ എന്നെ അതിൽ നിന്ന് അഴിച്ചിറക്കി. ഞാൻ വളരെയധികം കരഞ്ഞു. എന്താ നിന്റെ വിഷയം, നീ എന്തിനാ ഈ കടുങ്കൈ ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല, കാരണം എൻ്റെ ഭർത്താവ് ഒരു ബന്ധികോസുകാരനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. സമൂഹത്ത് ഞാൻ അങ്ങനെ ഒരു പേരുദോഷം ഇന്ന് വരെ കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുക എന്നേ പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുക, നീ വിഷമിക്കണ്ട, നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെ ഒരു പരിഹാരവും ഇല്ല. എനിക്ക് വേണ്ടുന്ന ആകെ പരിഹാരം എന്ന് വെച്ചാൽ
ഈ ഇസ്ലാം മത വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ഇപ്പോൾ അധികം ആരും അറിഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാൻ പോയതും ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, ഒന്നോ രണ്ടോ പേരെ അറിഞ്ഞിട്ടുള്ളൂ. അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു ഇതൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് പഴയതുപോലെ നമുക്ക് ആ വിശ്വാസത്തിൽ നിൽക്കാം. അപ്പോഴും അദ്ദേഹത്തിന്റെ മറുപടി, നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ ദൈവവുമായിട്ട് അവിടെ ഒരു ഉടമ്പടി ചെയ്തിട്ടാണ് നാട്ടിലേക്ക് കയറി വന്നത്. എന്നെ അവിടുന്ന് വിടുവിച്ച ദൈവം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഈ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു. അപ്പം ആത്മഹത്യക്ക് ഇത്രയും ഞാൻ ശ്രമിച്ചു, കൺമുന്നിൽ ഇത്രയും ഒരു സാഹചര്യത്തിൽ എന്നെ കണ്ടിട്ടും ഇദ്ദേഹം ആ വിശ്വാസത്തിൽ നിന്ന് അനങ്ങുന്നതേ ഇല്ല, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് എന്നെ ഇതിൽ നിന്ന് വിടുവിച്ചില്ലേ, നാളെ ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ, വീടിന്റെ മുമ്പിൽ തന്നെയാണ് ട്രെയിൻ പാളം ഉള്ളത്. ട്രെയിൻ എപ്പോഴും അതിൽ കൂടെ പോവും. 2-3 സ്റ്റെപ്പ് നടന്നാൽ ട്രെയിൻ പാളത്തിൽ കയറാം. നാളെ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ, ട്രെയിൻ അവിടുന്ന് പാഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ ഓടി അങ്ങ് കയറും. അപ്പോഴത്തേക്ക് ആരും എന്നെ വന്ന് രക്ഷിക്കത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാനും അവിടെ ഇരുന്നു. അപ്പൊ അത് വീണ്ടും എനിക്ക് വാശിയായി. ഇനി ഒട്ടും ജീവിച്ചിരിക്കത്തില്ല, നാളെ തന്നെ അടുത്ത കൃത്യം നിർവഹിക്കണം. ഇനി ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. അദ്ദേഹത്തിന്റെ മുഖത്തും എനിക്ക് നോക്കാൻ വയ്യ, കുഞ്ഞുങ്ങളെയും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്റെ ചിന്ത മരിക്കണം മരിക്കണം, ഇത് മാത്രമായിരുന്നു എന്റെ ചിന്ത. എന്നാലും അടുത്ത ദിവസം അദ്ദേഹം പുറത്തു പോയി. ഞാൻ അതിന് ഇങ്ങനെ അവസരം നോക്കിയിരുന്നു. പക്ഷെ എന്നാല് അതിന് ദൈവം സഹായിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് എന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവൻ ഒന്നും സംഭവിക്കാൻ ആ കർത്താവ് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നും ഈ ചാനലിലൂടെ കർത്താവിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുക ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. അതിനായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തുപോയ വ്യക്തി വൈകിട്ട് കൂട്ടുകാരെ എല്ലാം കണ്ടു വൈകിട്ടാ വീട്ടിൽ വരുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, ഇനി ഈ വീട്ടിൽ ആർക്കും കാവലിരിക്കാൻ കഴിയത്തില്ല, നാളെ മുതൽ എവിടാ ജോലി പോകുന്നതെന്ന് വെച്ചാൽ അവളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിക്കണം. വീട്ടിൽ ലാസ്റ്റ് ഉമ്മായും പ്രശ്നമായി. എന്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത്രയും തീവ്രമായി എതിർത്ത് നിന്നിട്ട് അദ്ദേഹത്തിന് ഒരു അനക്കവോ ഒരു ചലനവോ ഒന്നുമില്ല. അദ്ദേഹം വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ വിശ്വാസം വിട്ടുകളഞ്ഞില്ല, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. എന്നിട്ട് അടുത്ത ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവം കൊടുത്ത ആലോചന പ്രകാരം 91ാം സങ്കീർത്തനം കൊടുത്ത് ബലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് പറഞ്ഞു, ഇന്നലെ നീ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു, ഇന്ന് നീ ട്രെയിനിന്റെ മുമ്പിൽ ചാടാൻ ശ്രമിച്ചു, എന്നിട്ട് നീ മരിച്ചില്ല. നിനക്കിനി മരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചു, എന്തുവാ? അത് പുനലൂർ തൂക്കുപാലത്തിൽ ചെന്നിട്ട് പാലത്തിന്റെ മുകളിൽ നിന്ന് ആറ്റിലേക്ക് എടുത്ത് ചാടിക്കും. അപ്പം അവിടെ ആഴമുണ്ട്, ആ വെള്ളത്തിൽ വീണവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല. അപ്പൊ നീ അത് ചെയ്തോ, വേണമെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂടെ എടുത്തോ, പോയി ആത്മഹത്യ ചെയ്തു എന്നോട് പറഞ്ഞു. ഞാൻ അതൊരു ഷോക്കായിട്ട് നോക്കുക. ഞാൻ മരിക്കാൻ ഇന്നലെ ഇന്നും എല്ലാം അവസരം ഒരുക്കി ഇത്രയും കൺമുന്നിൽ കണ്ട ഒരു വ്യക്തി അതിലൊട്ടും പതറാതെ അടുത്ത ഐഡിയ എനിക്ക് പറഞ്ഞു തരുന്നു. ഇതെന്താണ് ഇങ്ങനെ ഇദ്ദേഹത്തിൽ ഉണ്ടായ മാറ്റം? ഒട്ടും എന്നോടൊപ്പം സ്നേഹമില്ലേ എന്നിങ്ങനെ ചിന്തിച്ച് ഞാൻ കരഞ്ഞ് വല്ലാത്തൊരു ഷോക്കോട് കൂടി ഞാൻ അദ്ദേഹത്തെ നോക്കി. അപ്പൊ അടുത്ത വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ഉടനെ അടുത്ത വാക്ക് എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നീ എന്തെല്ലാം ശ്രമിച്ചാലും നീ മരിക്കണമെങ്കിൽ നിനക്ക് ജീവൻ തന്ന എന്റെ കർത്താവ് വിചാരിക്കണം. നിന്റെ തലയിൽ നിന്ന് ഒരു മുടി ഒഴിഞ്ഞു പോകണമെങ്കിൽ എന്റെ കർത്താവ് വിചാരിക്കണം. നിന്നെ സൃഷ്ടിച്ച ദൈവം യേശുക്രിസ്തുവാ. ആ കർത്താവിനല്ലാതെ നിന്നെ മരിപ്പിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. നീ അതിന് ശ്രമിച്ചാലും നീ പരാജയപ്പെടുത്തേ ഉള്ളെന്ന് എന്നോട് പറഞ്ഞു. അതെന്റെ ഹൃദയത്തിൽ തറച്ചു. കാരണം സത്യമാ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ വിളിച്ച വിശ്വാസപ്രകാരം മരിക്കണമേ മരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും അറ്റംപ്റ്റ് ചെയ്തു, എന്നിട്ടും ഞാൻ മരിക്കുന്നില്ല. ആ ശ്രമം പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആ ചിന്ത അതെന്നെ എൻ്റെ ഹൃദയത്തിൽ അത് തറച്ചു. കാരണം ശരിയാ, അദ്ദേഹം പറഞ്ഞത് ശരിയാ. ആ വാക്ക് ഞാൻ അംഗീകരിച്ചു. ദൈവം എന്നൊരു ശക്തി ഉണ്ട്. ആ ദൈവം അറിയാതെ ഞാൻ മരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് നടക്കത്തില്ല എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ആ ആത്മഹത്യാ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ അദ്ദേഹത്തിനോട് മിണ്ടുവാനോ സഹകരിക്കാനോ ഒന്നും ഞാനും തയ്യാറായില്ല. ഞാനും എതിർപ്പൊന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി, ഞാൻ എൻ്റെ വഴിയിൽ, ഞങ്ങളിങ്ങനെ മുന്നോട്ട് കടന്നു.
കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം മൂത്ത മകൻ ഇവർ കളിച്ചോണ്ട് നിന്ന്, ഒരു പപ്പായും മോനും കൂടെ കളിച്ചോണ്ട് നിന്ന് അവൻ കട്ടിലിൽ നിന്ന് എടുത്ത് ചാടും. അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിക്കും. ഇവരിങ്ങനെയാണ് ഒരു പതിവുണ്ട് അവർക്ക്. അവന് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ കട്ടിലിൽ നിന്ന് കുഞ്ഞ് ചാടി കളിച്ചതാ. അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞ് നേരെ തലയിടിച്ച് തറയിലേക്ക് വീണു. കട്ടിലിൽ നിന്ന് തറയിൽ വീണു. വൈകുന്നേരം മുതലേ തലവേദന. എനിക്ക് തലയടിച്ചു, ബാക്ക് സൈഡ് അടിച്ചാണ് വീണത്. എനിക്ക് തലയ്ക്ക് വേദന പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ രാവിലെ മദ്രസയിൽ പോകണം. ഞാന് അതൊന്നും എത്ര അസുഖം വന്നാലും എൻ്റെ മനസ്സിൽ ചലഞ്ച് കിടപ്പുണ്ടല്ലോ. ഈ കുഞ്ഞിനെ മതപരമായ കാര്യങ്ങൾക്ക് ഒരു ദിവസം പോലും അവധിയും കൊടുക്കത്തില്ല. എത്ര വയ്യ എങ്കിലും ഞാൻ അവനെ പഠിപ്പിക്കാൻ വിടുമായിരുന്നു. എപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം പനി പിടിച്ച് ഛർദ്ദിച്ച് കുഞ്ഞിനൊട്ടും വയ്യ, ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയം, അന്ന് എക്സാമാ. ഞാൻ ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി മദ്രസയിൽ കൊണ്ടുപോയി എക്സാം എഴുതിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആ എക്സാമിന് അവനായിരുന്നു 100-ൽ 100 മാർക്കും മേടിച്ചത്. അത്രയ്ക്ക് പോലും കുഞ്ഞ് വയ്യാതെ വന്നാൽ പോലും അതിന്റെ മദ്രസ പഠനം ഞാൻ മുടക്കത്തില്ല. സ്കൂളിൽ ഒരു ദിവസം വിട്ടില്ലേലും മദ്രസയിലെ പഠനം മുടക്കത്തില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മദ്രസയിൽ പോകണം. കുഞ്ഞ് രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, എനിക്ക് തലയ്ക്ക് വേദനയാണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു സാരമില്ല, മദ്രസയിൽ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മദ്രസയിൽ വിട്ട് കുഞ്ഞ് വളരെ നടക്കാൻ പോലും കഴിയാതെ വാടി കുഴഞ്ഞ അവസ്ഥയിലാണ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ കയറി കുഞ്ഞങ്ങ് കിടന്നു. നോക്കിയപ്പോഴത്തേക്ക് നല്ല വെളുത്തിയായതുകൊണ്ട് ഒരു മുഖം നോക്കിയപ്പോൾ അവൻ നല്ല വെളുത്തിയായിരുന്നു. മുഖത്ത് ഒരു സൈഡ് കരിനീല കളറായി ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തോ പറ്റിയതാന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ കട്ടിലിൽ നിന്ന് തറയിൽ വീണത്, അതിനുശേഷം എനിക്ക് ഇത്രയും വേദനയാ. ഇപ്പൊ രാവിലെ ആയപ്പോ എനിക്ക് ഭയങ്കര വേദനയമ്മ, എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞ് കുഞ്ഞ് അവിടെ കിടക്കുക. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ പ്രശ്നമായി. ഒന്നാമത് ഞങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ. കുഞ്ഞിനെ തള്ളിയിട്ടു, ഈ കുഞ്ഞിനെ കൂടെ എന്നിൽ നിന്ന് ഇല്ലാതാക്കുവാണോ, ഇത്രത്തോളം കഷ്ടത സഹിച്ച് കുഞ്ഞിനെ കിട്ടിയത്. അതിനെ ഇതിനെ തള്ളിയിട്ടപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് 11 വയസ്സ് വരെ കുഞ്ഞ് വീഴാൻ പാടില്ല, ഇതിനെ സൂക്ഷിക്കണം, അതിനെ മറ്റൊരു ഇടത്തും അങ്ങനെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞാ വിട്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ ഓടാനും ചാടാനും ഒന്നും വിടാതെ ഞാൻ അതുപോലെ സൂക്ഷിച്ച് കെയർ ചെയ്ത് അതിനെ കൊണ്ടുവന്നത്. അപ്പൊ എന്തിനാ ഇതിനെ തള്ളിയിട്ടെന്ന് ചോദിച്ചോണ്ട് ഞാനങ്ങ് വഴക്കായി. അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പോകാം. ഞാൻ അനങ്ങിയില്ല. കുഞ്ഞ് തന്നെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നു. ഞാനിപ്പോ ആ റൂമിലുണ്ട്. അപ്പൊ എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ വെള്ളത്തിലോട്ട് കൈവച്ചു പ്രാർത്ഥിച്ചു. ആ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു മോൻ ഇത് കുടിച്ചോളാൻ പറഞ്ഞു. കുഞ്ഞത് കുടിച്ചു. കുഞ്ഞ് കുടിച്ച് ഇച്ചിരി കഴിയുമ്പം പറഞ്ഞു പപ്പ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. പപ്പ എനിക്കിപ്പം ഒരു വേദനയില്ല, ഞാൻ ഓക്കെ ആയതുകൊണ്ട്. കുഞ്ഞ് തലയ്ക്ക് ഇങ്ങനെ അടിച്ചു കാണിച്ചു, എനിക്ക് ഓക്കെ ആയി പപ്പ, ഇപ്പൊ ഒരു വേദനയില്ല, എനിക്ക് പൂർണ്ണ ഇതായെന്ന് കുഞ്ഞ് പറഞ്ഞു. അപ്പൊ എന്റെ കൺമുന്നിൽ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം കുഞ്ഞ് ആ കിടന്ന അവസ്ഥയും ഞാൻ കാണുന്നു, ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോ കുഞ്ഞിലുണ്ടായ മാറ്റവും ഞാൻ കാണുന്നു. അപ്പൊ ഇതിൽ എന്തോ ഒരു ഇതുണ്ടെന്ന് മനസ്സിലായി. എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ശക്തമായ എതിർത്ത് തന്നെ ഞാനും നിന്നു. എന്നാലും പിന്നീട് ഇങ്ങനെ ഓരോ അവസ്ഥകളിൽ കുഞ്ഞിന് പനിയോ വയറുവേദന വരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ അസ്വസ്ഥതകൾ വരുന്നു. അന്നേരം കുഞ്ഞുങ്ങളോട് പറയും വെള്ളം എടുത്തുണ്ടോ, പ്രാർത്ഥിക്കും, കൊടുക്കും. അത് അന്നേരം തന്നെ രോഗം മാറുന്നു. എനിക്ക് നെഞ്ചുവേദനയായിട്ട് രാത്രിയിൽ ഞാനും ഉറങ്ങാതെ കിടന്ന് കരയുന്ന കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് ചോദിച്ചു എന്തിനാണ് മിണ്ടത്തില്ല, എന്തായാലും കരയുന്ന കണ്ടിട്ട് ഉറങ്ങാതിരുന്ന് കരയുന്ന കണ്ടിട്ട് ചോദിച്ചു എന്തിനാ കരയുന്നത്, എന്താ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോൾ മുതൽ പറയല്ലേ നെഞ്ചുവേദനയാണെന്ന്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നേരമില്ലാതെ നിങ്ങളുടെ വഴിക്ക് ജീവിക്കുമല്ലേ, ഇനിയിപ്പം എന്തോ ആരും സംഭവിച്ചോട്ടെ, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു, പ്രാർത്ഥിച്ചു, തന്നു. എന്നിട്ട് രാവിലെ പറഞ്ഞു രാവിലെ ആകുമ്പോൾ മാറിക്കോളും, ഉറങ്ങാൻ പറഞ്ഞു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴും എനിക്ക് വേദനയുണ്ട്. എങ്ങനെയുണ്ട് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് വേദനയുണ്ട്, ഡോക്ടർ ചെയ്യേണ്ട മരുന്നുകളോ ഔഷധങ്ങളോ ഇവിടെ ഇരുന്ന ഒരാൾ പ്രാർത്ഥിച്ചു തന്നാൽ എങ്ങനെ അസുഖം മാറും എന്ന് ഞാൻ കളിയാക്കി ചോദിച്ചു. എന്നാൽ അദ്ദേഹം അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ തോളിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ആ വേദനയ്ക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടി. അത് എൻ്റെ മനസ്സിൽ വല്ലാതെ ഒരു ഒരു അനുഭവം ഉണ്ടായി. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു, അന്നേരം തന്നെ കുഞ്ഞുങ്ങൾക്കായാലും സൗഖ്യം കിട്ടുന്നു.
എന്റെയും ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തായാലും നെഞ്ചുവേദന ഒന്നും ഇല്ല, എനിക്ക് നെഞ്ചുവേദന മാറി. എന്നിട്ട് ഞാൻ കളിയായിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു ബോർഡ് വീട്ടിൽ എഴുതി വെച്ചു, രോഗികൾ ഇങ്ങോട്ട് വരുമ്പോ ഇനി ആശുപത്രിയിലായിരിക്കും പോകണ്ട, ഒരു രോഗികൾ ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ പ്രാർത്ഥിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, അന്നേരം സൗഖ്യം കിട്ടും എന്ന് എഴുതി വെക്കുന്നു. അദ്ദേഹത്തെ കളിയാക്കി ഞാൻ. പിന്നീട് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഞാനും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തില് മുറുകെ ഞാനും ഇത് അറിഞ്ഞു എന്നുള്ള നിലപാടിലെത്തിയപ്പോഴത്തേക്ക് റൂമിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോഴത്തേക്കും മുഴങ്കാലിലിരുന്നു, മുട്ടുകുത്തിരുന്നു പ്രാർത്ഥിക്കുന്നു. ഭയങ്കര പ്രാർത്ഥന ശക്തമായി. ഞാനും ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ അദ്ദേഹം തിരിച്ചോട്ടെ, കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫാഷനൊക്കെ തീരുമ്പം മടങ്ങി വരും. ഇപ്പം മാതാവ് എന്നോട് പറഞ്ഞു അതിപ്പോ കയറിയ ഒരു ഫാഷനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഇനി മാറും, മൈൻഡ് ചെയ്യാനേ പോകണ്ട, ഇനി പ്രശ്നം ആകണ്ട, അവൻ അങ്ങനെ വിട്ടോട്ടെ എന്ന് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു. അപ്പൊ ഞാനും അങ്ങനെ തന്നെ മുന്നോട്ട് കടന്നുപോയി. എന്നാൽ ഒരു 2015 ജനുവരി മാസമാണ്. ജനുവരി മാസം അദ്ദേഹം ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ വർഷം നമുക്ക് ഒരു കുഞ്ഞുകൂടി ജനിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അപ്പൊ ഞങ്ങൾക്ക് 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വിദേശത്തൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് അവിടുത്തെ ജോലിയൊക്കെ ഇതായിട്ട് വന്നതിന്റെ പേരിൽ മൂന്നാമതൊരു കുഞ്ഞ് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാലും 2 കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കാണുകയോ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇനി ഒരു കുഞ്ഞ് വേണ്ട, ദൈവം തന്നാൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അതില് വലിയ ഇതൊന്നും കൊടുക്കാതെ ഞങ്ങൾ ഇരുന്നു. അപ്പോഴാണ് എന്നോട് പറയുന്നത് ഇനി ഈ വർഷത്തിൽ ഒരു കുഞ്ഞുകൂടി ജനിക്കും, അത് ദൈവം തരുന്ന വാഗ്ദത്ത സന്തതിയാന്ന് എന്നോട് പറഞ്ഞു. അന്നേരം ഞാൻ വീണ്ടും അതുപോലെ നിന്ന് അവിടെ ചിരിച്ചു. കാരണം അസാധ്യമായ ഒരു കാര്യം എങ്ങനെ ഇത് സാധ്യമാകും, അപ്പോഴില്ലേ എന്ന് ഞാനും പറഞ്ഞിട്ട് ഞാനും അങ്ങ് കടന്നുപോയി. എന്നാലും അടുത്ത മാസം, എന്നാലും 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായി തീർന്നു. ആ ഒരു സാഹചര്യമാണ് ഈ കർത്താവിനെ ഞാൻ അറിയാനിടയായ സാഹചര്യം. കാരണം അസാധ്യമായ ഒരു കാര്യം അദ്ദേഹം നേരത്തെ മുന്നമേ എന്നോട് പ്രവചിച്ചു, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറി. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ കണ്ടുവരുന്ന ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ നോക്കിയപ്പോൾ വാസ്തവമായും ഈ വിളിക്കുന്ന ദൈവത്തില് ഒരു ശക്തി ഉണ്ട് എന്നും ആ ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സത്യമാണെന്നും ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും എനിക്ക് മനസ്സിലായി. അന്നു മുതല് ഞാന് ഇസ്ലാം മത വിശ്വാസപ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ വൈകിട്ട് ഖുറാനൊക്കെ ഓതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നിറവേറിയപ്പോഴത്തേക്ക് ഞാൻ ആ ഓതലും ഖുറാൻ പാരായണം എല്ലാം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി തരാത്ത ഈ ദൈവത്തെ പിന്നെയും പിന്നെയും ഞാൻ എന്തിനാ വിളിക്കുന്നത്? കാരണം എന്താ, പ്രാർത്ഥിക്കുന്നു ആ നിമിഷം തന്നെ ഒരുപാട് നേർച്ചകളൊന്നും കൊടുക്കണ്ട. ഞാനൊരു വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് ഒത്തിരി ദിവസം ഞാനത് മറുപടിക്ക് വേണ്ടി ഒരുപാട് നേർച്ചകൾ ഞാൻ നേരും, കാത്തിരിക്കും. പക്ഷെ എന്നാൽ അവിടെ ഒന്നും എനിക്ക് മറുപടി ലഭിച്ചിരുന്നില്ല. പക്ഷെ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിമിഷം ഒരു 5 മിനിറ്റ് പോലും വേണ്ട, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു, ആ നിമിഷം തന്നെ ആ വിഷയത്തിന് വിടുതൽ കിട്ടുക. അപ്പം സത്യദൈവം ഇതാണെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇതിലൊരു പവർ ഉണ്ട്, ഇതിലൊരു ശക്തി ഉണ്ട്, ഇത് സത്യമാണെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. അങ്ങനെ ഇനി ഞാൻ വിളിച്ചിട്ട് വിളിയേക്കാത്ത ആ ദൈവത്തെ ഇനി ഞാൻ വിളിക്കത്തില്ല എന്ന തീരുമാനമെടുത്തു. അന്ന് മുതൽ ഞാൻ ഖുറാൻ പാരായണമെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആ ഇസ്ലാമിക ഒരു കാര്യത്തിലും എല്ലാ കാര്യത്തിൽ നിന്നും ഞാനും മാറി നിന്നു. 2015 ഒക്ടോബർ 28 മൂന്നാമത്തെ തലമുറ ജനിച്ചു. അന്നാണ് ഞാൻ രക്ഷ സ്വീകരിക്കുന്നത്. അത് സ്വീകരിക്കാൻ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രാവിലെ ലേബർ റൂമിൽ കയറും, ഡെലിവറി നടക്കത്തില്ല. വെളുപ്പിന് 5 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് വൈകിട്ട് രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും ഡെലിവറി നടക്കുന്നില്ല. അവരെ ഇറക്കി കുറെ റൂമിൽ പോയി കിടന്ന് നാളെ രാവിലെ വന്നാൽ മതി. അപ്പൊ ആഹാരം ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല. ഈ രാവിലെ 5 മണിക്ക് വെറും വയറോടെ കയറി ചെല്ലാനാ പറയുന്നത്. അപ്പൊ ഈ 2 ദിവസവും വെള്ളം പോലും കുടിക്കാതെ അതിനകത്ത് കിടന്ന് വളരെ പ്രയാസപ്പെട്ടു. പക്ഷെ പെയിൻ വരുന്നില്ല, പെയിൻ ചെറുതായിട്ട് വരും, അത് അപ്പോഴേ മാറും. ഇതെന്താണ് ഇതിങ്ങനെ ഡെലിവറി നടക്കാത്തത്? ഡോക്ടർമാർക്കും അതൊരു ഇതായി.
എന്നാലും അടുത്ത ദിവസം വാങ്ങുകൊണ്ട് രണ്ടാം ദിവസം എന്നെ ആ റൂമിൽ നിന്ന് റൂമിൽ പൊയ്ക്കോളാൻ പറഞ്ഞു, ഇറക്കി വിട്ടു. അപ്പൊ നാളെ മൂന്നാം ദിവസം രാവിലെ വാ, നമുക്ക് ഒന്നും കൂടെ അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യണം എന്നെല്ലാം അവർ പറഞ്ഞു. അപ്പൊ റൂമിൽ വന്നു. മൂത്ത കുഞ്ഞിന്റെ അനുഭവം ഇങ്ങനെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇതിന് ഇനി എന്തെങ്കിലും പ്രശ്നമാകുമോ, ഇതെന്താണ് ഇതിങ്ങനെ നടക്കാത്തത്, പ്രയാസപ്പെട്ടു. അദ്ദേഹം അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് ദൈവം ആലോചന കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ, അത് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാ ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ അതിന് മുമ്പ് ക്രിസ്തുവിൽ എന്റെ അമ്മ ജനിച്ചിരിക്കണം. നീ രക്ഷ സ്വീകരിക്കും, എന്നിട്ട് നീ ലെവർ റൂമിൽ കടന്നു പോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ജനിച്ചിരിക്കും. ഇന്ന് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് കുഞ്ഞ് ജനിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ ഡെലിവറി നടക്കാത്തതിന്റെ പേരിൽ പള്ളിയിൽ നിന്നെല്ലാം ചരട് ഓതി എല്ലാം എന്റെ കയ്യിലും കഴുത്തിലും എല്ലാം കെട്ടിയിട്ടുണ്ട്. വീട്ടുകാര് ഡെലിവറി നടക്കാൻ വേണ്ടി നേർച്ചകൾ കൊണ്ടുവന്ന് ഉസ്താനെ കൊണ്ട് ചരട് ഒതിച്ചൊക്കെ കെട്ടിയേക്കുവാ. ഞാൻ ഇതെല്ലാം രാവിലെ 28-ാം തീയതി, ഒക്ടോബർ 28-ാം തീയതി രാവിലെ ഞാനിത് അഴിച്ചു കളഞ്ഞു. ഞാൻ തന്നെ അഴിച്ചു കളഞ്ഞിട്ട് അദ്ദേഹത്തിൽ നിന്ന് രക്ഷ സ്വീകരിച്ചു. യേശു കർത്താവിനെ എന്റെ ദൈവവും കർത്താവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചു. ഞാൻ ലേബർ റൂമിലേക്ക് കടന്നുപോയി. വൈകിട്ട് 5:17 ആയപ്പോഴത്തേക്ക് ആ കുഞ്ഞ് ജനിക്കുവാനിടയായി. അങ്ങനെയാണ് രക്ഷയുടെ മാർഗത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. പിന്നീട് എന്നാലും ചർച്ചിലൊന്നും പോയിരുന്നില്ല. അദ്ദേഹം വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ വീട്ടിലിരിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ഇതിലെനിക്ക് വിശ്വാസം പതുക്കെ പതുക്കെ എനിക്ക് വന്നു തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രാർത്ഥനയിലും എന്നിലും ആ വിശ്വാസം ജനിക്കുവാൻ ഇടയായി തീർന്നു. ആ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരാൻ ഇടയായി. അങ്ങനെ 2017 അദ്ദേഹത്തിന് വീണ്ടും മസ്കറ്റിലേക്ക്, വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം ലഭിച്ചു. നാട്ടിൽ നിന്ന് കഴിഞ്ഞാല് വളരെ പ്രയാസത്തില് അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ചേർന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയിലായി. പിന്നെ ഞങ്ങൾ വാടക വീട്ടിലായി. 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അവരുടെ ചെലവുകള്, വീടിന് വാടക കൊടുക്കണം. നാട്ടിലെ ജോലി കൊണ്ട് ഇതൊന്നും പറ്റാതെ വന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ എന്തായാലും വിദേശത്ത് പോകാം. അപ്പം 3ാമതൊരു കുഞ്ഞു കൂടിയായി. അതിന്റെ ചെലവുകള്, കാര്യങ്ങള് ഒക്കെയായി. അപ്പം 2 വീട്ടുകാരും സഹകരണമൊക്കെ അങ്ങ് നിർത്തലാക്കി. വലിയ ഇതൊന്നും ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയായി. അന്നേരം വിദേശത്ത് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2017 അദ്ദേഹം മസ്കറ്റിലേക്ക് കടന്നുപോയി. അന്നേരം 2 വീട്ടിൽ ഞങ്ങളെ ആക്കിയില്ല. മറ്റേത് അദ്ദേഹം വിദേശത്ത് പോകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ എന്റെ വീടിന്റെ അടുത്ത സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നെ ഞങ്ങളുടെ വീട്ടിലാക്കും. കാരണം കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോകാനും വരാനും എളുപ്പം അതായതുകൊണ്ട്. എന്നാൽ ഈ തവണയും വിദേശത്ത് പോയപ്പോഴത്തേക്ക് ഞങ്ങളെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് അവിടെ ആക്കിയിട്ട് അദ്ദേഹം വിദേശത്ത് പോയി. ഈ വാടകയ്ക്ക് ഞങ്ങളെ വീടെടുത്താക്കിയത് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചിലെ വിശ്വാസികളായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ കൂടെ ഈ കുഞ്ഞുങ്ങളെ അവിടെ സൺഡേ സ്കൂളിൽ കൊണ്ടാക്കി. കുഞ്ഞുങ്ങൾ രണ്ടൊപ്പം സൺഡേ സ്കൂളിൽ പോകാൻ തുടങ്ങി. അവരെ സൺഡേ സ്കൂളിൽ ആക്കി. അവര് രാവിലെ പോകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ പോകും. അവർ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ഈ 2 കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയി. അവരുടെ കൂടെ കുഞ്ഞുങ്ങൾ ഞായറാഴ്ചത്തെ ആരാധനയും സൺഡേ സ്കൂളും കുഞ്ഞുങ്ങളും അവരുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളെ അങ്ങനെ മുന്നോട്ട് പഠിപ്പിച്ചു വന്നു. ഈ 2018 എൻ്റെ മൂത്ത സഹോദരൻ വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കാതിലും കഴുത്തിലും ആഭരണങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന കണ്ടിട്ട് ചോദിച്ചു, എന്തിയെ ഇത്രയും സ്വർണം ഇട്ട് കെട്ടിച്ചു തന്നതാണ്, ഇത്രയും സ്വർണങ്ങളെല്ലാം എന്തിയെ, ഇങ്ങനെ കാതും കഴുത്തും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്, നീയും ബന്ധുക്കോസിൽ ചേർന്നോ? ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അന്നേരം പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലെല്ലാം കാണുന്നുണ്ട്, കുറെ വർഷങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നുണ്ട്, വാക്യങ്ങൾ എഴുതിയിടുന്നെങ്കിൽ അദ്ദേഹം പരസ്യയോഗത്തിന് പോകുന്നതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ആഡ് ചെയ്യും, ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇത് ഇങ്ങോട്ട് വിട്ടാൽ നീയും പതുക്കെ പതുക്കെ ആ സൈഡിലോട്ട് പോകാൻ തോന്നി. അതുകൊണ്ട് ഇനി ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ബന്ധം ഇവിടെ ഡിവോഴ്സ് ചെയ്യണം. നാളെ ഞാൻ അപേക്ഷയായിട്ട് വരും, നീ അതിനകത്ത് സൈൻ ചെയ്ത് തരണം. ഇനി ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. കാരണം ഇനി ഇങ്ങനെ ഒരു ബന്ധം വേണ്ട. അവരുടെ വിശ്വാസത്തിൽ അവൻ പൊയ്ക്കോട്ടെ, നിന്നെ അതിന് വിടത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുവരണം, നിന്നെയും കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ നിർത്തത്തില്ല, മറ്റൊരു വിവാഹം നിനക്ക് ഞങ്ങള് കണ്ടെത്തി നടത്തിത്തരും എന്ന് എന്നോട് പറഞ്ഞു.
അന്നേരം എനിക്ക് വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞാൻ കടന്നുപോയത്. കാരണം തീക്ഷ്ണമായ ഒരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ആ കേട്ടത്. അതിൽ എന്ത് മറുപടി പറയണം, എനിക്ക് അനുസരിക്കാനേ കഴിയത്തുള്ളൂ. കാരണം അതിനെ ധിക്കരിക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം എന്റെ വീട്ടുകാർ പറയുന്നതാണ് എനിക്ക് എല്ലാം. എന്റെ ആശത്തിന് വേണ്ടി അവരൊന്നും പറയത്തില്ല. അപ്പൊ എന്റെ നല്ലതിന് വേണ്ടിയാണ് അവർ പറയുന്നത്. അപ്പൊ അവരോടൊപ്പം തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നില്ല എങ്കിൽ എനിക്ക് അവരെ പിരിയേണ്ടി വരും. അതെനിക്ക് ഉൾക്കൊള്ളുവാനോ എനിക്ക് അത് കഴിയാത്തൊരു കാര്യമായിരുന്നു. അവര് തീക്ഷ്ണമായിട്ട് ഇത് നിന്നാൽ എനിക്കത് സൈൻ ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്ത് മറുപടി അവരോട് പറയും, അടുത്ത ദിവസം വരുമ്പോൾ എന്ത് പറയും എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വളരെയേറെ ഭാരപ്പെട്ടു, കരഞ്ഞു. വിദേശത്തിരിക്കുന്ന അദ്ദേഹത്തിനോട് എനിക്ക് ഫോണിൽ പറയാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ഫോണിൽ കൂടി വിവരം വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം നാട്ടിൽ വിളിച്ച് ഇവർ തമ്മിൽ ഫോണിൽ കൂടെ വാക്കുതർക്കമാവും. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അവിടെ വാടകയ്ക്ക് താമസിക്കും. അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പനിയോ അസുഖമോ വന്നാൽ എനിക്ക് വീട്ടുകാരെ ഓടി സഹായത്തിന് വരാനുള്ളൂ. അപ്പൊ ആ ഒരു ബന്ധം അകറ്റി മാറ്റി നിർത്തിയാൽ എനിക്കത് ഞാൻ തനിച്ചായി പോകും. അതുകൊണ്ട് എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ വയ്യ, ദൈവത്തെ തള്ളിക്കളയാനും വയ്യ. ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് അങ്ങനെ റൂമിലിരുന്നു. നാളെ വരുമ്പോൾ എന്ത് മറുപടി പറയും എന്നറിയാതെ പ്രയാസപ്പെട്ട് നിമിഷങ്ങളായിരുന്നു. അന്നേരമാണ് മൂത്ത മോൻ എന്നോട് പറഞ്ഞു, അമ്മ എന്തിനാ ഇപ്പൊ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പോകും, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകും, വേറെ ദിവസങ്ങളിലൊന്നും പോകുന്നില്ല. അപ്പം 11 വയസ്സുണ്ട് മൂത്ത മോന്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഈ ദൈവത്തെ വിളിച്ചാല് നമുക്ക് മറുപടി കിട്ടും, നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം പ്രവർത്തിച്ചിട്ടില്ലേ, അമ്മ എന്തിനാ വിഷമിക്കുന്നേ, നാളെ അമ്മ വരുമ്പോൾ ഇതൊന്നും പ്രശ്നമാവത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ, രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ചർച്ചിൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി ചെയ്യും, നമുക്ക് അതുകൊണ്ട് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. അന്നേ മൂത്ത മകൻ എന്നോട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിന്റെ ആ വാക്ക് ഞാനും വിശ്വസിച്ചു. കാരണം ഇത്രത്തോളം കൊണ്ടുവന്നത് കർത്താവല്ലേ. അപ്പം നശിച്ചു പോകാൻ എന്തുവായാലും ഈ ദൈവം അനുവദിക്കത്തില്ല, ദൈവം ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് ഞങ്ങൾ ഇതിൽ പ്രാർത്ഥിച്ചു. എന്നാൽ അടുത്ത ദിവസം സഹോദരൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു എങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിൽ നിന്ന് വീണ്ടും ഈ സംഭാഷണം കേൾക്കാൻ ഇടയായി തീർന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ? അപ്പോഴും ഞാൻ എന്ത് മറുപടി കൊടുക്കും എന്നറിയത്തില്ല, അങ്ങനെ വിഷമിച്ചു. പക്ഷെ ദൈവമായിട്ട് എന്റെ അതിരത്തിൽ കൂടി മറുപടി തന്നു. എന്തെന്ന് വെച്ചാല്, ഞാൻ വരാം, ബന്ധം വേർപെടുത്തിയിട്ട് ഞാൻ വരാം, പക്ഷെ ഞാൻ മറ്റൊരു വിവാഹം ഇനി കഴിക്കത്തുമില്ല. കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവരത്തില്ല, കാരണം കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്താൻ കഴിയത്തില്ല. കുഞ്ഞുങ്ങളെ 3 പേരെയും ഞാൻ അവരുടെ പപ്പായ്ക്ക് തന്നെ കൊടുക്കും. പക്ഷെ എനിക്ക് പേപ്പറിൽ മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് എഴുതി നിങ്ങൾ ഒപ്പുവെച്ച് തരണം. എന്തെന്ന് വെച്ചാൽ ഇനി എന്റെ മരണകാലം വരെ എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നെ തള്ളിക്കളയത്തില്ല, എന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് എനിക്ക് എഴുതി ഒപ്പുവെച്ച് തന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കാറുണ്ട്. പക്ഷെ ഈ ബാധ്യത ഏറ്റെടുക്കാൻ ആർക്കും അത് കഴിയാത്തൊരു ദൈവം അവിടെ ഇടപെട്ടു. പിന്നീട് ഇതുവരെയും അങ്ങനെ ഒരു നീക്കുപോക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കർത്താവ് അതിൽ പ്രവർത്തിച്ചു. പിന്നീട് 2000 അദ്ദേഹം 18 ആഗസ്റ്റ് മാസം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് കടന്നു വന്നു. നവംബർ 2 ഞാനും മൂത്ത മകനും സ്നാനപ്പെട്ടു. പിന്നെ സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി നീ വന്നു കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥനയായിട്ട് ഇരുന്നാൽ പോരാ, ചർച്ചിൽ ആരാധനയ്ക്ക് വരണം, ദൈവവചനം കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഞാനും ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നുപോയി. എന്നിട്ടും സ്നാനപ്പെടണം എന്ന് പറയുന്നെങ്കിലും ഈ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചൊരു ജീവിതം അതെനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇനി ഞാൻ ആഭരണങ്ങളൊന്നും ഇടാതെ എങ്ങനെ ഈ ആളുകളുടെ മുഖത്ത് നോക്കുമെന്ന വീണ്ടും ഈ ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ അതിന് തയ്യാറായില്ല. എന്നാൽ അതിനും ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്തെന്ന് വെച്ചാൽ, ഒരു ദിവസം എൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. വൈകിട്ട് ഒരു 6 മണി ആയപ്പോഴത്തേക്ക് സ്കൂട്ടറിൽ ഞങ്ങൾ രണ്ടുപേരും, ഇയാളെ കുഞ്ഞിന് 5 വയസ്സുണ്ട്, അവനെയും വണ്ടിയിൽ ഫ്രണ്ടിൽ നിർത്തി ഞങ്ങൾ വീട്ടിൽ പോയി കർത്താവിനെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു. എന്നാൽ അവരതൊന്നും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ അവർ കഴിയുന്നില്ല. അവർ പഠിച്ച ആ ഒരു വിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുക. അന്നേരം എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ എന്നാ പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞ്, നമ്മളിപ്പം ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് സാത്താൻ കേട്ടുകൊണ്ടിരിക്കുക, സാത്താനോടാ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പോകുന്ന വഴിയിൽ നമുക്ക് ഒരു അനർത്ഥം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചിരിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. വാഹനം വളരെ പതുക്കെ ഞങ്ങള് ഓടിച്ചുകൊണ്ട് പോയത്. കാരണം എതിരെ വാഹനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സൈഡ് മാറ്റി അവിടെ നിർത്തി ഈ ഒരു
ചിന്ത അപ്പോഴത്തേക്ക് ഉള്ളിലുണ്ടല്ലോ, വഴിയിൽ അപകടം പതിയെ ഇരിപ്പുണ്ട് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് അത് എന്നോട് അങ്ങനെ പറഞ്ഞത്. ഞാനും പ്രാർത്ഥിച്ചു, സങ്കീർത്തനങ്ങൾ 91 ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ റോഡിലെത്തി വീട്ടിലോട്ട് കയറണമെങ്കിൽ ഒരു 100 മീറ്റർ വളവ് കയറി വേണം വീട്ടിലോട്ട് എത്താൻ. അന്നേരം അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഇത്രയും ഹൈവേ റോഡിൽ കൂടെ വന്നു, എന്തായാലും വണ്ടിക്കൊന്നും ഒരു കുഴപ്പവും വന്നില്ല, എന്തായാലും ദൈവം നമ്മളെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആ പ്രാർത്ഥിച്ച് നിർത്തി. അപ്പൊ ആ കയറ്റം ഒന്ന് കയറി വേണം ഗേറ്റ് കയറി വീട്ടിലോട്ട് ചെല്ലാൻ. ആ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് റോഡില് വലിയ നീളത്തില് ക്രോസിൽ ഒരു കടത്തൽ സാധനം കിടക്കുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു റബ്ബർ മരത്തിൽ നിന്ന് മഴ പെയ്യുന്നുണ്ട് നല്ല, അപ്പൊ ഈ കമ്പൊടിഞ്ഞ് റോഡിൽ വീണ് കിടക്കുവാന്ന് പറഞ്ഞുകൊണ്ട് അത് വണ്ടി ഒന്ന് ഓടിച്ചു പോവാന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി ഓടിച്ച് അടുത്തെത്തി. ഈ ലൈറ്റ് വെട്ടം അടുത്തെത്തിയപ്പോഴത്തേക്ക് ഇതിന്റെ മണ്ടയിലൂടെ കേറാൻ കമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വണ്ടി ഓടിച്ച് പോവാൻ നിന്നത്. അപ്പോഴത്തേക്ക് ആ അതൊരു കറുത്ത വലിയൊരു പാമ്പായിരുന്നു. ആ പാമ്പ് ലൈറ്റ് വെട്ടം കണ്ണിലേക്ക് അടിച്ചപ്പോഴത്തേക്ക് അത് അടുത്തേക്ക് വായി തുറന്നുകൊണ്ട് വന്നു. അത് കാല് തറയെ ചവിട്ടിയാൽ അത് കടിക്കും, അത് അറ്റാക്ക് ചെയ്യും ആ പാമ്പ്. ഒന്നിൽ കുഞ്ഞിനെ അത്, ഞാൻ കരുതി അത് വണ്ടിയിലോട്ട് ടയറിൽ കൂടെ ഫ്രണ്ടിൽ അത് കയറി ചുറ്റി കുഞ്ഞിനെ അത് കടിക്കും എന്ന് തന്നെ കാരണം ആ ഒരു അത്ര വാ തുറന്ന് ഞാനത് വല്ലാത്തൊരു ഇതായിട്ട് ആ സിറ്റുവേഷൻ. എന്ത് വണ്ടി ഇറക്കവുമാണ്, താഴോട്ട് കാല് ചവിട്ടിയില്ലെങ്കിൽ വണ്ടി ഇറങ്ങിപ്പോവും, എന്തു ചെയ്യുന്ന അറിയത്തില്ല. അദ്ദേഹം പെട്ടെന്ന് കൈയെടുത്തു, അന്യഭാഷയിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എന്നെ ശാസിച്ചു. അത് ഇങ്ങനെ അടുത്ത് വന്ന പാമ്പ് പെട്ടെന്ന് തന്നെ അത് തിരിഞ്ഞ് അത് ചെറിയൊരു ഹോളിലോട്ട് അതങ്ങ് കയറിപ്പോയി. ഇത്രയും വലിയ പാമ്പ് ഈ ഹോളിൽ എങ്ങനെ കയറിപ്പോവും? അത് ഞങ്ങൾ എന്നിട്ട് നോക്കി. രാത്രിയിൽ പാമ്പുപിടുത്തക്കാരെ അവിടെ വിളിച്ചു. അവർ വന്ന് അവിടെ എല്ലാം അരിച്ചു പെറുക്കി രാത്രി 2 മണി വരെ ആ അയ്യം മൊത്തവും അരിച്ചു പെറുക്കിട്ടോ അങ്ങനെ ഒരു സാധനത്തെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തെ പറഞ്ഞ് അതിനെ ഞാൻ പ്രാർത്ഥിച്ചു, ഇത് കർത്താവ് അതിനെ മാറ്റി കളഞ്ഞതാന്ന് പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞു, അപ്പം വീണ്ടും വീണ്ടും എന്റെ ജീവിതത്തിൽ ഈ അത്ഭുതങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഈ കർത്താവിനെ അംഗീകരിക്കുകയോ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇനി കർത്താവിൽ നിന്ന് എനിക്ക് അടികൊള്ളും എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഇനി ഞാൻ സ്നാനപ്പെടാൻ, ഇനി ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല, ജീവിക്കുന്ന ദൈവം കർത്താവ് തന്നെ. കാരണം ഒരു വാക്കിന് പോലും അധികാരമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ആ വാക്കിന് പോലും വിടുതലുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തെ തന്നെ, ഈ ദൈവത്തെ മുറുകെ പിടിച്ച് ഈ പാതയിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ചർച്ചിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണമെന്ന്. അങ്ങനെ 2018 നവംബർ 2 ഞാനും മൂത്ത മകനും കൂടെ സ്നാനപ്പെട്ടു. വീണ്ടും ഞങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൽ തീവ്രമായി മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അത് വീട്ടിൽ നിന്ന് വളരെയേറെ എതിർപ്പുകൾ, പ്രതികൂലങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. വീട്ടില് അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുവും ഫോൺ വിളിക്കുകയും കുഞ്ഞുങ്ങളെ കാണാനൊക്കെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഞാനും ഈ ചർച്ചിലൊക്കെ പോയി ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ആളുകൾ വീട്ടിൽ വന്ന് പറഞ്ഞു, അത് വീട്ടിൽ പ്രശ്നമായി. അപ്പം അമ്മയും പറഞ്ഞു സമുദായക്കാരറിഞ്ഞാൽ ഞങ്ങൾ മരിച്ചാല് ഞങ്ങളെ പള്ളിയിൽ അടക്കത്തില്ല, അതുകൊണ്ട് ഇനി ഒരു ഇതും വേണ്ട എന്ന് പറഞ്ഞു. അമ്മ ഞങ്ങളുടെ വീട്ടിലും വരുന്നത് അങ്ങ് നിർത്തലാക്കി. അപ്പം അത് എനിക്ക് വല്ലാതൊരു വേദനയായിരുന്നു. കാരണം അമ്മ കൂടി എന്നിൽ നിന്ന് അകന്നു പോയപ്പോഴത്തേക്ക് എനിക്കത് സഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തെ തള്ളിക്കളയത്തുമില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഞാൻ വിളിച്ച വിളി കേൾക്കുന്ന, ഞാൻ കരഞ്ഞാൽ എൻ്റെ ആ വിഷയത്തിൽ എനിക്ക് മറുപടി തരുന്ന ജീവിക്കുന്ന ദൈവം യേശു ആണെന്ന് എൻ്റെ ഹൃദയത്തിൽ നല്ല ബോധ്യമുണ്ട്. മറ്റൊന്നിനു വേണ്ടി ഈ കർത്താവിനെ തള്ളിക്കളയാൻ ഞാനും തയ്യാറായില്ല. കാരണം ദൈവം തേടി വന്ന് ദൈവം വിളിച്ചതല്ലേ, വിളിച്ച ദൈവം വിശ്വസ്തനാ. ജീവപര്യന്തവരെയും വഴി നടത്താൻ സർവശക്തനായ ദൈവം കർത്താവ് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങളും മുന്നോട്ട് കടന്നുപോയി. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടത്. ആ മരണാനന്തര ചടങ്ങുകളൊന്നും ചെയ്യുവാൻ ഞങ്ങളെ കർത്താവ് അനുവദിച്ചില്ല. അതിൽ നിന്നെല്ലാം അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയൊരു കരുതലും പ്രൊട്ടക്ഷനുമാണ്. കാരണം ആ ഒരു സാഹചര്യത്തില് ആ ഒരു സമുദായത്തിന്റെ മുമ്പിൽ, അത്രയും ജനത്തിന്റെ മുമ്പിൽ അവിടെ ചടങ്ങുകളൊന്നും ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അത് വളരെയധികം പ്രതിസന്ധി കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അവിടെ എല്ലാവരുടെയും ആരെ കൊണ്ട് ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ സ്വർഗത്തിലെ ദൈവം അത് കൈകാര്യം ചെയ്തു. അപ്പൊ അവർക്കൊക്കെ മനസ്സിലായി ഇതിന് എന്ത് പ്രശ്നം വന്നാലും ഇവര് ഇതിനകത്തോട്ട് ഇനി വരത്തില്ല, ഇതിലെ ഒരു ചടങ്ങും പങ്കെടുക്കത്തില്ല. അങ്ങനെ ബന്ധുക്കളെല്ലാം മിണ്ടാതെയും സഹകരിക്കാതെയുമാണ്. ഇപ്പോഴും ആരും വലിയ ഇതൊന്നും ഇല്ല. എന്നാലും കർത്താവിനെ മുറുകെ പിടിച്ച് ഞങ്ങളും മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട്
അവിടെ നിന്ന് വീട്ടുകാരിൽ നിന്നും ശക്തമായ എതിർപ്പും ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ത് ചെയ്യണം. എനിക്കാണെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ചർച്ചിൽ വന്ന് ആരാധിക്കാൻ വരുമ്പം എനിക്കത് വല്ലാത്തൊരു കുറ്റബോധമാണ്. കാരണം എനിക്കത് വേണ്ട. പക്ഷേ ഈ സമുദായത്തിന്റെ മുമ്പിൽ എനിക്ക് ഈ ആഭരണം ഇല്ലാതെ നടക്കാനും വയ്യ. ആ ഒരു സ്റ്റേജിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ആലോചന തന്നു. അവിടുന്ന് ഞങ്ങളെ കൊട്ടാരക്കരയിലെ അമ്പലത്തുംകാല എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് ഞങ്ങളെ 2019 അവിടുന്ന് ഞങ്ങളെ മാറ്റി. ഞങ്ങൾ താമസം മാറി. ദൈവം അറിയിച്ചത് പ്രകാരം ഞങ്ങൾക്ക് അങ്ങോട്ട് താമസം മാറേണ്ടി വന്നു. അവിടെ വന്നു ആത്മീയമായി അവിടെ വന്നൊരു കൂട്ടായ്മയിൽ ചേർന്നു. പക്ഷെ ആത്മീയമായി ഉപവാസവും അവിടെ വന്നിട്ടാണ് ഞാൻ ഉപവാസം പ്രാർത്ഥനയൊക്കെ ശക്തി പ്രാപിച്ചത്. നേരത്തെ സ്നാനപ്പെടുന്നതിന് അന്ന് 3 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നെങ്കിലും പിന്നീട് അങ്ങനെ ഉപവാസം ഇരിക്കത്തില്ല, നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ വന്ന് ഒരു ആത്മീയ കൂട്ടായ്മയിൽ തീക്ഷ്ണമായി വന്നപ്പോഴത്തേക്ക് 7 days 21 days ഒക്കെ ഫാസ്റ്റിംഗ് ഇരുന്നു, പ്രാർത്ഥിച്ചു. ആത്മീയ തലത്തിൽ മുന്നേറി. അങ്ങനെ ആഭരണം 2020 ഞാൻ ഇനി ഇത് ഉപയോഗിക്കത്തില്ല എന്ന് ആരും എന്നോട് പറയാതെ തന്നെ ദൈവം എൻ്റെ ഉള്ളിൽ ഇടപെട്ട് ഇനി എനിക്ക് ഈ ആഭരണം വേണ്ട. കാരണം ഇത്രത്തോളം എനിക്ക് വിടുതൽ തരുന്ന എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതിലൊന്നും അല്ല കാര്യങ്ങളും ജീവിതവും ഇരിക്കുന്നത്. ഞാനത് സ്വയം ആരുടെയും പ്രേരണയില്ലാതെ എനിക്കിനി ആഭരണം വേണ്ടാതെ ഞാനത് ഉപേക്ഷിച്ചു. അങ്ങനെ മുന്നോട്ട് ഓരോ ദിവസം പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ജോലിയിലും പോയിക്കൊണ്ടിരുന്നു. ആ ഒരു സമയത്താണ് COVID-19 വന്നത്. പക്ഷെ ആ ഒരു ലോക്ക്ഡൗൺ ആയി, എല്ലാ സാഹചര്യവും വഴികളും അടഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ജോലിക്ക് പോകാനും കഴിയുന്നില്ല. ലോക്ക്ഡൗൺ ആയിപ്പോയി, ജോലി ഇല്ല. വീട്ടുകാരുടെ യാതൊരു കോണ്ടാക്റ്റോ ഒരിതും ഇല്ല. അന്യ ഒരു നാട്ടിൽ വന്ന്, ആരും അറിയപ്പെടാത്ത ഒരു നാട്ടിൽ വന്ന് ഒരു ദേശത്ത് ഞങ്ങൾ താമസിക്കുക. ഈ ദേവദാസനും കുടുംബത്തിനും മാത്രമേ ഞങ്ങളെ അറിയത്തുള്ളൂ. അന്നേരം അദ്ദേഹത്തിനും വലിയ ഒരു സാമ്പത്തിക നിലവാരമുള്ള ഒരു ദേവദാസനല്ല. ഞങ്ങള് അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ കഴിഞ്ഞു. ഒരു ബിസ്ക്കറ്റിന് വേണ്ടി എൻ്റെ ഇളയ കുഞ്ഞ് 4-5 വയസ്സ് ഉണ്ട് അവന്. 20 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് എനിക്ക് മേടിച്ചതാന്ന് കൊണ്ട് എൻ്റെ അടുത്ത് എന്നും കരയും. സ്നാക്സ് വേണം, ബിസ്ക്കറ്റ് ഇതാ, ബിസ്ക്കറ്റ് ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല, ഒരു ബിസ്ക്കറ്റ് മേടിച്ചതാണ്. ആ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞങ്ങൾ അവിടെ ലോക്ക്ഡൗൺ ആയിപ്പോയി. ആരെയും നമുക്ക് പരിചയമില്ല. ഒറ്റപ്പെട്ട ഒരു താഴെ കടയും മേളിലായിരുന്നു ഞങ്ങളുടെ റൂം. ആ റൂമിൽ ഞങ്ങൾ 5 പേരും വീടും മാത്രം. കതക് തുറന്ന് പുറത്തോട്ട് നോക്കിയാൽ എല്ലാം ശൂന്യമായ, ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ഈ കുഞ്ഞ് ലാസ്റ്റ് നാളെ മേടിക്കാന്ന് 2-3 ദിവസം കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു നിർത്തി. എന്നാൽ അടുത്ത ദിവസം ഈ കുഞ്ഞിന് അത് കിട്ടിയേ ഒക്കത്തുള്ളൂ. കുഞ്ഞ് വന്ന് എൻ്റെ അടുത്ത് കരഞ്ഞിട്ട് ഞാൻ മിണ്ടുന്നില്ല, എൻ്റെ കണ്ണ് നിറയുക, എന്ത് മറുപടി കൊടുക്കും. ലാസ്റ്റ് ഈ കുഞ്ഞ് വന്ന് എൻ്റെ നെഞ്ചത്തടിച്ചിട്ട് ചോദിക്കുക, എന്നെ ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലാനാന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നേന്ന് ചോദിച്ചുകൊണ്ട് വലിയ വായിൽ അലമുറയിട്ട് ഈ കുഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുക. എന്നെ ഇനി ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു ബിസ്ക്കറ്റാണ് ഈ കുഞ്ഞ് ചോദിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, ആരോടും പറയാനും കഴിയത്തില്ല. ദൈവത്തോട് മാത്രം, ദൈവത്തിന്റെ മുഖത്ത് നോക്കി ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു. രാത്രിയിൽ ആയപ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവൻ പറഞ്ഞു, 1 ഗ്ലാസ് കടിഞ്ചായ ഇട്ടുണ്ട് വാ എന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ അന്നൊരു ഉപവാസം ഇരിക്കുക. ഞാൻ പറഞ്ഞു, കടിഞ്ചായ ഇടാൻ തേയിലയില്ല, പഞ്ചസാരയില്ല, കോട്ടുമായിട്ട് ഇരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു എന്തോ ചെയ്യും. അദ്ദേഹത്തിന്റെയും കണ്ണ് നിറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞൊരു ബിസ്ക്കറ്റിന് വേണ്ടി ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക, അവനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു ആ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ കടന്നുപോയത്. എന്നാൽ അടുത്ത ദിവസം ഞങ്ങൾ രാത്രിയിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം വിളിച്ചത് ദൈവമല്ലേ, എന്ത് ചെയ്യും, അടുത്ത വഴി എന്തോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ എന്നാൽ അടുത്ത ദിവസം ഞങ്ങൾ രാത്രിയിലൊക്കെ പ്രാർത്ഥിച്ച് വളരെയേറെ വൈകിയാ കിടന്നുറങ്ങിയത്. രാവിലെ അതുകൊണ്ട് എഴുന്നേക്കാൻ താമസിച്ചു. അപ്പൊ ഞങ്ങളുടെ താമസിക്കുന്ന ആ ഗേറ്റിൽ വന്ന് ആരോ തട്ടുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗേറ്റ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്ത്രീ 2 കവർ നിറച്ച് സാധനവുമായിട്ട് ഞങ്ങളെ തേടി അവിടെ വന്നു. അങ്ങനെ ആ കവർ കൊണ്ടുവന്ന് കിറ്റ് കൊണ്ടുവന്ന് ഞങ്ങൾ തുറന്നു നോക്കിയപ്പം തലേന്ന് കുഞ്ഞ് കരഞ്ഞ് ചോദിച്ച അതേ ബിസ്ക്കറ്റ് 2 കവർ ആ കവറിലുണ്ടായിരുന്നു. തേയില, പഞ്ചസാര, ഞങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. കാരണം ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകാര്
ഞങ്ങൾ ഇവിടെ പട്ടിണിയാണോ, എങ്ങനെയുണ്ട്, ഇതൊന്നും അവരറിയാതെ, അവരന്വേഷിക്കുക പോലും ചെയ്യാതെ ഇരുന്ന ആ സാഹചര്യത്തിൽ ഞങ്ങളെ കണ്ട സ്വർഗത്തിലെ കർത്താവ് വീണ്ടും ഞാൻ ഈ അരോമ ചാനൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകരോടും പറയുന്നു, ജീവിക്കുന്ന ദൈവം വാസ്തവമായും യേശുക്രിസ്തു തന്നെയാണ്. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു സ്ത്രീ അവിടെ അയച്ചു. ഞങ്ങൾ ആ ഒരു ആഴ്ച ഞങ്ങൾ കടന്നുപോയി. അടുത്ത നേരിടുന്ന പ്രശ്നം വാടക പെൻഡിങ് ആയി. അഡ്വാൻസ് കൊടുത്തത് തീർന്നു. അടുത്ത ദിവസം ഹൗസ് ഓണർ വന്നിട്ട് പറഞ്ഞു, നാളെ 5 മാസത്തെ വാടകയുണ്ട്, നാളെ ഈ വാടക പൂർണ്ണമായും തീർത്തു തരണം, അല്ല എങ്കിൽ രാവിലെ ഞാൻ വന്ന് ഈ സാധനം എല്ലാം റോഡിന് വെളിയിൽ ഇറക്കിയിട്ടിട്ട് കതക് പൊട്ടിട്ട് ഞാൻ പോകും. നിങ്ങളുടെ അഡ്വാൻസിന്റെ ഡേറ്റ് ആ എമൗണ്ടും തീർന്നു. അതുകൊണ്ട് നാളെ 10 മണിക്ക് മുമ്പ് എനിക്ക് പൈസ എത്തിക്കണം, അല്ലെങ്കിൽ സാധനം പറഞ്ഞ് ഞാൻ റോഡിൽ ഇടും. വളരെയേറെ പ്രയാസപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. എന്ത് ചെയ്യണം, ആരോട് ചോദിക്കും, ഒന്നും അറിയത്തില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം വിളിച്ച ദൈവം കർത്താവല്ലേ. റോഡിൽ ഇറക്കിയിട്ടാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അടുത്ത സ്റ്റെപ്പ് എന്തോന്ന് ഒരു വഴിയും ഞങ്ങളുടെ മുമ്പിലില്ല. പക്ഷെ അവിടെയും അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിന് വേണ്ടുന്ന ആ സാമ്പത്തിക നന്മ ഒരുക്കി. അടുത്ത ദിവസം അതിന് ആ വാടക കൊടുക്കാൻ ദൈവം സഹായിച്ചു. വാടക കൊടുക്കുക മാത്രമല്ല, പ്രിയപ്പെട്ടവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കാരണം എനിക്ക് വാടക കൊടുത്ത് സേഫ്റ്റി അല്ല ആവേണ്ടത്. എനിക്ക് നാളെ അദ്ദേഹത്തിന്റെ അവിടെ 10 മണിക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ വാടകയും കൊടുക്കണം, എനിക്ക് ട്രാക്റ്റും കൊടുക്കണം, അദ്ദേഹത്തോട് സുവിശേഷവും പറയണം. കാരണം ബുർദാനക്കാരായിരുന്നു ആ ഹൗസ് ഓണർ, ബുർദാന വിശ്വാസത്തിലുള്ളവരായിരുന്നു. പള്ളിയിൽ അച്ഛനായിരുന്നു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനൊക്കെ. ആ ഒരു പാരമ്പര്യത്തിൽ അവരുടെ തന്നെ ചർച്ചും കൂട്ടായ്മയൊക്കെ ഉള്ളവരാണ്. പക്ഷെ കർത്താവിനോട് അങ്ങനെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് വാടകയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, നിങ്ങളുടെ പൈസ ദാണ്ട് വാടകയും കൊടുത്തു, ട്രാക്റ്റും കൊടുത്തു, ആ പ്രിയപ്പെട്ടവരോട് സുവിശേഷവും പറയാൻ ദൈവം സഹായിച്ചു. അങ്ങനെ കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ക്ഷേമമായി നടത്തുന്നു. ആ കർത്താവിൽ വിശ്വസിച്ച് ഞങ്ങളും മുന്നോട്ട് കടന്നു പോകുന്നു. ഈ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ കൂടുതലായി പ്രാർത്ഥനയിൽ മുന്നേറി കർത്താവിൽ കൂടുതൽ എടുക്കുമ്പോൾ പ്രശ്നങ്ങളും അതുപോലെ നമ്മളെ തേടി വരും. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാം തളർന്നു പോകാതെ, ഒരു പെറുപെറുപ്പോ ഒരു പരാതി ഒന്നും പറയാതെ കർത്താവിൽ മുറുകെ പിടിച്ച് ഇരുന്നു. പക്ഷെ തക്ക സമയത്ത് കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഈ കൊറോണ സമയത്ത് നേരിട്ട് അടുത്തൊരു പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ ചോറ് വെക്കാൻ അരിയില്ല എന്നുള്ളതാണ്. കാരണം അതുവരെ എൻ്റെ ജീവിതത്തിൽ റേഷനരി കഴിച്ച അനുഭവം എനിക്കില്ല. ഞങ്ങളുടെ വീട്ടിൽ അത് മേടിക്കത്തില്ല. ചാക്കുംപടി ഒരു ചാക്ക് അരി എടുത്ത് വീട്ടിൽ വെച്ച് ചാക്കുംപടി 25-30 കിലോ ഒക്കെ അരി മേടിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ച് വളർന്നു വന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഈ ലോക്ക്ഡൌണ് ജോലിയില്ല, വരുമാനമില്ല, മറ്റു മാർഗങ്ങളൊന്നുമില്ല. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ അരി വെച്ച് ഞങ്ങൾക്ക് ചോറ് വെച്ച് കഴിക്കുന്നത് കുഞ്ഞുങ്ങളൊന്നും അന്നേരം കഴിക്കത്തില്ല. കാരണം അതുവരെ അവർക്ക് അങ്ങനെ കൊടുത്ത ഒരു നിലവാരമല്ല ഞങ്ങൾ വളർന്നു വന്നത്. അദ്ദേഹം 1600 രൂപ ഡെയിലി ശമ്പളം മേടിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ദൈവം അപ്പം നേരിട്ട് പറഞ്ഞു, ഇനി എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയണം, ഇനി ജോലി അന്വേഷിച്ച് നടക്കരുത്, എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയണം എന്ന് പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ലോക്ക്ഡൌണും ആയത്. ലാസ്റ്റ് ഞാനത് വേണ്ട പുഴു അരിച്ച് വേണ്ടാതെ കളയാൻ വെച്ചിരുന്ന കുറച്ച് അരി, ബാക്കി അരിയെല്ലാം തീർന്നു. നാളെ ചോറ് വെക്കാൻ അരിയില്ല, എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ രാവിലെ വിശക്കുന്നു ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ ഒക്കത്തില്ല. കാരണം അവരെ അങ്ങനെ വളർത്തി വന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ല. കഴുകി രാവിലെ എടുത്തുകൊണ്ട് പോയി ആ അരിയിലെ പുഴുവിനെ മൊത്തവും പറക്കിക്കളഞ്ഞു. ആ അരി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി. കാരണം നാളെ ഈ അരി വേണം ഇട്ട് ചോറ് വെക്കാൻ. അപ്പം വൈകിട്ട് അത് മേടിക്കാൻ ഉള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഇതും ഇല്ല, തരണമെങ്കിൽ ഇനി ദൈവം വിചാരിക്കണം, പ്രാർത്ഥിക്കും, ദൈവം തരും, വിലപ്പെടുത്തി.
പക്ഷെ ഞാനും വെറുപെടുത്തില്ല. കാരണം ഇനി പട്ടിണി കിടക്കാനാണോ കർത്താവ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ. കാരണം ഈ വിശ്വാസത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം ഇറങ്ങി വന്ന് ഈ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ കർത്താവിന്റെ ഈ ഹിതം അതാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. നാളെ പട്ടിണിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളോടും പറഞ്ഞു, നാളെ ആഹാരം ഇല്ല എങ്കിൽ ഇവിടെ ആരും മിണ്ടരുത്, നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആരും ചോദിക്കരുത്, പപ്പായ്ക്ക് അത് വിഷമമാവും. കുഞ്ഞുങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി. കുഞ്ഞുങ്ങളും പറഞ്ഞില്ല എന്ന്. പക്ഷെ ആ അരിയിട്ട് അടുത്ത ദിവസം ചോറ് വെക്കേണ്ടി വന്നു എനിക്ക്. വെള്ളം തിളച്ച് ആ അരി കൊണ്ടിട്ടപ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് മൊത്തം പോയി. അതിനകത്ത് അരി എന്ന് പറയാനില്ല. പക്ഷെ അപ്പോഴും അതിനകത്തുനിന്ന് ചൂടുവെള്ളം അടിച്ചപ്പോഴത്തേക്ക് പുഴു ചത്ത് മേളിൽ കയറി. ഞാൻ കണ്ണുനീര് വരുന്നുണ്ട്. കാരണം ഇത് ഇനി കളഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല. ഞാൻ ആ തവി കൊണ്ടുപോയി ആരും കാണാതെ ആ മേളിൽ കിടന്ന്, കുഞ്ഞുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ചോറ് കഴിക്കത്തില്ല. ഞാൻ അതെല്ലാം പറക്കി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞതുമില്ല. ആ ചോറ് ഊറ്റി ഉച്ചയ്ക്ക് ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചു. കാരണം ആ ഒരു സാഹചര്യത്തിൽ കഴിയേണ്ട അവസ്ഥ ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ ഞങ്ങളത്, ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് ഇത് കഴിക്കാനാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളത് സന്തോഷത്തോടു കൂടി തന്നെ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു. ഞങ്ങളത് കഴിച്ചു. കാരണം ഇനി രാത്രിത്തേക്ക് എന്താണെന്ന്, ഇനി അടുത്ത സമയത്തിന് എന്ത് വേണം എന്ന് അറിയത്തില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഞാനൊരു ശകലം ചോറ് അതിൽ നിന്ന് മാറ്റിവെച്ചു. നമ്മൾ കഴിച്ചില്ലെങ്കിലും കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ ഒക്കത്തില്ല. പക്ഷെ വൈകുന്നേരം 6 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ കതകിൽ വന്ന് ഒരാള് കതകിൽ കൊട്ടുന്നു. കതക് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങളുടെ അടുക്കള എവിടാ? അപ്പൊ പറഞ്ഞു എന്ത്? അപ്പൊ ആദ്യമായിട്ടാണ് ആ വ്യക്തി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുന്നത്. എവിടെ അടുക്കള എവിടാ? അത് അടുക്കള പുറകുവശത്ത്. അപ്പൊ കുഞ്ഞുങ്ങൾ ചോദിച്ചു, എന്തുവാ അങ്കിളെ? അന്നേരം പറഞ്ഞു, അടുക്കള എവിടാ, തുറക്കടാ. കുഞ്ഞുങ്ങൾ വന്ന് അടുക്കളക്കത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഒരു ചാക്കരി ഞങ്ങളുടെ അടുക്കളവാതിലിൽ. എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്രത്തോളം പ്രതിസന്ധികൾ വന്നാലും ആരോടും നമ്മൾ പറയണ്ട. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അറിയത്തില്ല, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ അറിയത്തില്ല, നമ്മുടെ കൂടെ ഉള്ള ബന്ധുക്കൾ നമ്മളെ അറിയത്തില്ല. പക്ഷെ നമ്മളെ കാണുന്ന 2 കണ്ണുകളുണ്ട്, നമ്മളെ സഹായിക്കുന്ന 2 കരങ്ങളുണ്ട്. ഇന്നും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം. ആ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ കർത്താവിനെ അംഗീകരിച്ച് ജീവിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിലും ജീവിക്കാം, ഇതിനപ്പുറം മരണത്തിന് ശേഷം കർത്താവിന്റെ കൂടെ നിത്യതയിലും വസിക്കാം. സ്തോത്രം. പിന്നീട് ഞങ്ങൾക്ക് കർത്താവിലുള്ള വിശ്വാസം കൂടി വർദ്ധിച്ചു വന്നു. കാരണം ഈ ഒരു സാഹചര്യത്തിലും നമ്മളെ പെറ്റമ്മ മറന്നാലും ഉപേക്ഷിക്കാത്ത ഒരു യേശു കർത്താവ്. എന്തിനു വേണ്ടി ഈ കർത്താവിനെ തള്ളിക്കളയേണ്ടത്? ഇനി ആരെന്ത് പറഞ്ഞാലും ഈ കർത്താവിനെ ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു, കുഞ്ഞുങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ഞങ്ങൾ ഉപവാസമായി, പ്രാർത്ഥനയായി, ഞങ്ങൾ അങ്ങനെ ആത്മീയ തലത്തിൽ മുന്നേറി ഓരോ ദിവസവും ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നു. ദൈവം ദർശനം നൽകി പരസ്യയോഗം ചെയ്യണമെന്ന്. അതിന് പ്രകാരം ഞങ്ങൾ കുടുംബമായി ദേശത്തിന്റെ പല ഭാഗങ്ങളിലും കടന്നു പോകുന്നു. ഞങ്ങൾ പരസ്യവേല ചെയ്യുന്നു. മൂത്ത മകനും പ്രസംഗിക്കും, രണ്ടാമത്തെ മകൻ പാട്ടുപാടും. അവരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ഭവനങ്ങളിൽ കടന്നു ചെന്ന് ട്രാക്ടർ കൊടുക്കും. സ്ത്രീകളോടെല്ലാം സുവിശേഷം അറിയിക്കും. അനേക ആത്മാക്കൾ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നു. അനേകർ രക്ഷ സ്വീകരിച്ചു. കർത്താവ് ഇന്നും ഞങ്ങള് പരസ്യയോഗം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ നടത്തുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും കഴിഞ്ഞു പോകുന്നു. ഒന്നുകൊണ്ടും ഒന്നിനും ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. കാരണം ജീവിക്കുന്ന ഏക സത്യ ദൈവം യേശുക്രിസ്തു തന്നെയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുക്രിസ്തു എന്ന നാമമല്ലാതെ. ഈ കർത്താവിനെ അംഗീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ ഹിതത്തിനനുസരിച്ച് നാം ജീവിക്കാൻ തയ്യാറായി ഓരോ ദിവസവും ശ്രേഷ്ഠകരമായ ദൈവം നമ്മളെ നടത്തും. എൻ്റെ അനുഭവത്തിൽ കൂടി കർത്താവ് ഞങ്ങളെ നടത്തിയ ഓരോ വിധങ്ങളെയും ഞാനിവിടെ സാക്ഷ്യം പ്രസ്താവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കർത്താവിൽ താങ്കൾ വിശ്വസിക്കുക, കർത്താവിനെ അംഗീകരിക്കുക, തങ്ങളുടെ ദൈവവും കർത്താവുമായി അംഗീകരിക്കുക. ഇത്രത്തോളം അവസരം ഈ സാക്ഷ്യം പ്രസ്താവിക്കാൻ അരോമ ചാനലിൽ കൂടി അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസനും ഇതിനെ കേട്ടിരുന്ന
എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു. അനുഷ സിസ്റ്ററെ, എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഹൃദയസ്പർശിയായ ജീവിതാനുഭവം. വളരെ ശാന്തമായിട്ടാണ് സിസ്റ്റർ സംസാരിച്ചത്. കാരണം ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ അത് ഒരുപാട് വീണും എഴുന്നേറ്റും ദേഹത്ത് മുറിവുകൾ ഉണ്ടായും ചതവുകൾ ഉണ്ടായും ഒക്കെയാണ് അവന് എഴുന്നേറ്റ് നടക്കുവാൻ പഠിക്കുന്നത്. 2018 മാത്രമാണ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു ദൈവ വൈതലായി തീർന്ന് ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലയളവ് വെച്ച് നോക്കുകയാണെങ്കിൽ കേവലം 4-5 വർഷത്തെ മാത്രം ആത്മീയ അനുഭവമുള്ള ഒരു ശിഷ്യ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുന്ന അനുഷ സിസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഇതൊരു ശൈശവം അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു അനുഭവം മാത്രമാണ്. ഇനിയും പിടിച്ചെഴുന്നേറ്റ് നടക്കുവാനും ഓടുവാനും ഏറെ ദൂരം സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. ദൈവം അത് സാധിപ്പിച്ചു തരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു യാഥാസ്ഥിക മുസ്ലിം പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ വളരെ ശിക്ഷണത്തിലും അവിടുത്തെ സാഹചര്യത്തിലും ജനിച്ചു വളരുവാനിടയായി തീർന്നു എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പുറത്തു വരുവാൻ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ ഒക്കെ അനുസരിച്ച് സ്നേഹിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ച ഒരു കാലം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനും അറിയുവാനും ഇടയായി തീർന്നപ്പോൾ ഉണ്ടായ ആ സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധത്തില് സിസ്റ്ററിന്റെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നു എന്ന് ആ വാക്കുകളിലൂടെ ഓരോ ശ്രോതാക്കൾക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ സഫലീകരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചതാണ്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ സമൂഹത്തിന്, ഒരു ദേശത്തിന് ആമേൻ മാത്രം ആമേനെ പ്രതിനിധീകരിക്കേണ്ടുന്നവരല്ല. ആമേൻ വലിയൊരു ജനനദിയെ അവരുടെ മുൻപിൽ നിങ്ങൾ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തുക എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി, ആ ഒരു കോളിങ്ങോടുകൂടി, ആ ഒരു വിളി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. സ്തോത്രം. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ദൈവം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനുവേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ദൈവം അതിനുവേണ്ടി നിങ്ങളെ വേർതിരിച്ചതാണ്. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കും. ഒട്ടും പിന്മാറരുത്, ഒട്ടും പതറിപ്പോകരുത്. ഏത് പ്രതിസന്ധി വന്നാലും, ജീവിതത്തിലെ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും അതിൻ്റെ നടുവിൽ ഒട്ടും പിന്മാറാതെ, പതറിപ്പോകാതെ, അതിജീവിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ്. സ്തോത്രം. ഈ വാത്സല്യ സഹോദരിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ആമേൻ, ഒരു ശിശുവിനെ പോലെ തന്നെ പിടിച്ച് എഴുന്നേൽക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായ ആ ഒരു വെളിച്ചം, തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ആ രക്ഷയുടെ സന്തോഷം താനത് പറയാൻ ശ്രമിക്കുക, നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുക. നിങ്ങളത് കേട്ടല്ലോ. ഒരു കുഞ്ഞ് സംസാരിക്കുമ്പോൾ അതിനെ ആരും ആമേൻ അവഗണിക്കാറില്ല, ശ്രദ്ധയോടെ കേൾക്കും. എന്താണ് പറയുന്നത്, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ശ്രവിക്കുവാനിടയായിത്തീരും. അതുപോലെ വാത്സല്യ സഹോദരിയുടെ ഈ സാക്ഷ്യം, ഈ ജീവിതാനുഭവം ശ്രദ്ധിച്ചു കേൾക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ പ്രിയ സഹോദരി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പല ആവർത്തി ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി കഴുത്തിൽ ഷാള് മുറുക്കി എടുത്തു ചാടുവാൻ വേണ്ടി താന് നിൽക്കുമ്പോൾ അവിടെ ആ മരണത്തിൽ നിന്ന് തന്നെ ദൈവം വിടുവിച്ചു. ട്രെയിനിന്റെ മുൻപിൽ നിന്ന് തന്നെ വിടുവിച്ചു. വ്യത്യസ്തമായ ആത്മഹത്യാ രീതികൾ താൻ അവലംബിച്ചു.
അതിൽ നിന്നൊക്കെ തന്നെ വിടുവിച്ചു. എന്തായിരുന്നു അതിൻ്റെയൊക്കെ പിന്നിലുള്ളതായ ദൈവീയ ഉദ്ദേശം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. കർത്താവിൻ്റെ ദാസനും പറഞ്ഞൊരു കാര്യം, ദൈവം അനുവദിക്കാതെ ആർക്കും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രമിച്ചാലൊന്നും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, എനിക്കിനി മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കേണ്ടായ. ദൈവം അനുവദിക്കാതെ മരിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മരിക്കാൻ ദൈവം അനുവദിക്കാതിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് വരൂ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു സഹോദര. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മതമോ പ്രസ്ഥാനമോ അല്ല നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നത്. നിങ്ങൾക്ക് അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചതെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശം, ആ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ തിരിച്ചറിയൂ, സത്യം തിരിച്ചറിയൂ. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവമുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കൂ. യേശു നിങ്ങളെ സ്നേഹിക്കും. യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങളെ വിടുവിക്കും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആകയാൽ നിങ്ങളൊന്ന് വിശ്വസിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവേ, എന്നെ ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അനുഷ സിസ്റ്റർ ആമേൻ ഈ സമയം അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരുവാക്കി പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം. പ്രഭാതത്തിലും കർത്താവിന്റെ നാമത്തെ സാക്ഷീകരിക്കുവാൻ ഇടയനെ സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ കർത്താവെ ഒരു അവസരം ഒരുക്കി അങ്ങനെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിന്റെ വേലകളെല്ലാം അനുഗ്രഹിച്ചു കൊടുക്കുമാറാകണമേ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ചാനൽ കൂടി അടിയങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. ആർക്കെങ്കിലും കർത്താവ് ഹൃദയത്തിൽ ഇത് കർത്താവെ സ്തോത്രം അത് ഏറ്റെടുത്ത് കർത്താവിനെ മുഖത്തേക്ക് നോക്കുവാൻ, സത്യദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കുമാറാകണമേ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന സാക്ഷ്യമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ നശിച്ചു പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നിത്യത കൈവശമാക്കി ജീവിക്കുവാൻ, നിത്യതയിലേക്ക് കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കടന്നെത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഓരോ വ്യക്തികളുടെ ഉള്ളത്തോടും ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടതായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ച് കർത്താവിന്റെ ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആമേനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ആ സന്തോഷം വിവരം അറിയിക്കുക. അതുപോലെ തന്നെ ഈ സാക്ഷ്യം ആമേനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ്റെ കൂടിയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ചാനലിൽ നിങ്ങളുടെ ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആമേനെ ഇതിനെ ലൈക്ക് ചെയ്യുക. ആമേൻ. കർത്താവിന്റെ ആമേനെ നാമം നമ്മിലൂടെ മഹിമപ്പെടുവാൻ ദൈവം പിന്നെ നമുക്ക് സഹായിക്കട്ടെ. വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.